കൺട്രോൾ സ്ട്രക്ചേഴ്സിൻ്റെ പൈത്തൺ. അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കൺട്രോൾ സ്ട്രക്ചർ ഡിസൈഡ് ഹൗ എ പ്രോഗ്രാം എക്സിക്യൂട്ട്. ഒരു പ്രോഗ്രാം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. കൺട്രോൾ സ്ട്രക്ചേഴ്സിന് പ്രധാനമായിട്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ്, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ജംപ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളിനി ഇതിൽ ഓരോന്നിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, കൺട്രോൾ സ്ട്രക്ചർ ഡിസൈഡ് ദ ഫ്ലോ ഓഫ് എ പ്രോഗ്രാം. നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കേണ്ടത് സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പൈത്തൺ. A sequence statement means executing instructions one after another in the same order they return. നമ്മൾ എഴുതിയിരിക്കുന്ന ഓർഡറിൽ ആ പ്രോഗ്രാം വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ ലൈൻ ബൈ ലൈനായിട്ട് ആ പ്രോഗ്രാം വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ടീ ഉണ്ടാക്കുന്ന ഒരു എക്സാമ്പിൾ. അത് നമ്മൾ എങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ആ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിന് നമുക്ക് സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സീക്വൻസ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം എന്ന് പറയാം. ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാമേ. പ്രിൻറ്റ് സ്റ്റാർട്ട് ഓഫ് എ പ്രോഗ്രാം. ഒരു മെസ്സേജ്, ചുമ്മാ വെറുതെ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, പ്രൈസ് 100 ടാക്സ്. എന്നിട്ട് ഞാൻ എന്ത് കൊടുത്തു, ടോട്ടൽ പ്രൈസ് പ്ലസ് ടാക്സ്. അടുത്ത് ടോട്ടൽ പ്രൈസ് ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടല്ലേ ഈ പ്രോഗ്രാം വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത് പഠിക്കേണ്ടത് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പൈത്തൺ. നമ്മൾ എന്തിനാണ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്? നമുക്ക് പ്രോഗ്രാമിനകത്ത് ഒരു കണ്ടീഷൻ നോക്കിയിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അനദർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം, നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം എബോ 2 lakh ആണെങ്കിൽ എത്രയാണ് 10% ടാക്സ് കൊടുക്കണം. അതർവൈസ് അല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് 0 നില്ലെന്ന് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞ എന്താണ്, ഇൻകം എബോ 2 lakh ആണെങ്കിൽ അപ്പോൾ അവിടെ ഒരു കണ്ടീഷനുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു എക്സ്പ്രഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അവിടെ പറയാണ്. എന്താ, ഇൻകം ഗ്രേറ്റർ ദാൻ 2 lakh ആണെങ്കിൽ ടാക്സ് 10%, അല്ലെങ്കിൽ ടാക്സ് ഇല്ല. അടുത്ത വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഏജിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ എലിജിബിൾ ഫോർ വോട്ടിംഗ് അല്ലേ, വോട്ടിങ്ങിന് എലിജിബിൾ ആണ് 18. ആ ഒരു കണ്ടീഷൻ ഞാൻ അവിടെ പറയുന്നു. അപ്പോൾ ആ കണ്ടീഷൻ്റെ ബേസിസിലാണ് പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ എനിക്കൊരു ഡിസിഷൻ എടുക്കണം അല്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഒരു ഡിസിഷൻ നോക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. നമ്മൾ പ്രോഗ്രാം നോക്കി അവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, അവിടെ എനിക്കൊരു ഡിസിഷൻ ഉണ്ടെങ്കിലേ ആ പ്രോഗ്രാം വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം. പൈത്തണിൽ പ്രധാനമായിട്ട് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇഫ് എൽസ്, ഇഫ് എലിഫ് എൽസ്. ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് നോക്കേണ്ടത് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ ആദ്യം ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് എഴുതുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയും. ഈ ഒരു ഫോർമാറ്റിൽ നമുക്കിത് യൂസ് ചെയ്യാവൂ. അതിൻ്റെ സിൻടാക്സ് എഴുതുക. എന്നിട്ടൊരു എക്സാമ്പിളും കൂടെ പഠിച്ചു വയ്ക്കുക. എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നത്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന സമയത്ത് ആദ്യം എന്തെഴുതണം, അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുക. 1-2 സെൻറ്റൻസിലാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ അതിൻ്റെ സിൻടാക്സ്, പിന്നെ എക്സാമ്പിൾ. ഇതൊക്കെ എഴുതുന്ന സമയത്ത് സിൻടാക്സും എക്സാമ്പിളും കൂടെ ചേർത്ത് വേണം എഴുതേണ്ടത്. അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. യൂസ്ഡ് ടു ചെക്ക് എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ നോക്കണം. ഇഫ് കണ്ടീഷൻ ഈസ് എ ട്രൂ, ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ടഡ്. ഇഫ് ദ കണ്ടീഷൻ ഈസ് എ ഫോൾസ്, സ്കിപ്പ് ദ സ്റ്റേറ്റ്മെൻറ്റ്. എന്തെങ്കിലും മനസ്സിലായോ നമുക്ക്? ഞാൻ എന്താ പറഞ്ഞത്, ഒരു കണ്ടീഷൻ നോക്കണം. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നത്തിങ്, ഒന്നും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക ഇല്ല. അപ്പോൾ എന്താണ്, അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യുക. അതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. സിൻടാക്സ് പറയാമേ. ഇഫ് കണ്ടീഷൻ ഇതുപോലെ എഴുതാവും. ഇഫ് എന്ന് പറയുന്ന കീവേഡാണ് ഇഫ് എന്ന് എഴുതുക. ഞാൻ ഇവിടെ പറഞ്ഞ കണ്ടീഷൻ എന്താണ്, ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. കണ്ടല്ലോ, ആ കണ്ടീഷൻ അതുപോലെ എഴുതി. കണ്ടീഷൻ കഴിഞ്ഞിട്ട് കോളൻ യൂസ് ചെയ്യണം.
ആ സിൻടാക്സിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് കണ്ടീഷൻ കോളൻ, അടുത്ത ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ. അത് താഴെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം ഇഫ് ദ കണ്ടീഷൻ ഈസ് എ ട്രൂ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ. അപ്പം ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ പ്രിൻറ്റ്, ഞാനിവിടെ ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് എലിജിബിൾ, ഈ ഒരു മെസ്സേജാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രിൻറ്റ് ചെയ്യും എലിജിബിൾ എന്നൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും. ഞാനിവിടെ കൊടുത്തത് 10 ആണ്. 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ? കണ്ടീഷൻ ട്രൂ ആണോ? അല്ല, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒന്ന് എക്സിക്യൂട്ട്, ഇഫിൻ്റെ ഇങ്ങോട്ട് മൂവ് ചെയ്യൂല. ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ ഞാൻ എന്തെങ്കിലും പ്രോഗ്രാമിൽ നെക്സ്റ്റ് ഈ ഇഫിൻ്റെ താഴെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാവും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് സിമ്പിൾ ഇഫ് എന്നും പറയാം. അതിൻ്റെ സിൻടാക്സ് എന്താണ്? ഇഫ് കണ്ടീഷൻ കോളൻ കൊടുത്തിട്ട് നെക്സ്റ്റ് ലൈനിലായിരിക്കണം ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ നെക്സ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യും. അടുത്ത് പഠിക്കേണ്ടത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പൈത്തൺ. ഇഫിനകത്ത് നമ്മൾ എന്താ പഠിച്ചത്? കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലേ? ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇഫ് ബ്ലോക്ക് സ്കിപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് എ ഡിസിഷൻ ഇൻ എ പ്രോഗ്രാം. ഇഫ് ചെക്ക് എ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും. ഇഫ് ദ കണ്ടീഷൻ ഈസ് എ ട്രൂ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വൺ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ടഡ്. വൺ ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ ഇഫിൻ്റെ താഴെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദ കണ്ടീഷൻ ഈസ് എ ഫോൾസ്, അനദർ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടഡ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഏതായിരിക്കും വർക്ക് ചെയ്യുന്നത്? അനദർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെ എന്താണോ എഴുതിയിരിക്കുന്നത് അതായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇഫ് കണ്ടീഷൻ എഴുതും. നേരത്തെ തന്നെ എക്സാമ്പിൾ ഞാൻ പറയാണ്. ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കോളൻ ഞാൻ യൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് പറഞ്ഞു? പ്രിൻറ്റ് എലിജിബിൾ എന്ന് പറഞ്ഞു. പ്രിൻറ്റ് എലിജിബിൾ. അടുത്ത് ഇഫ് എൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് എനിക്ക് വേണ്ടത് എൽസ് കൊടുത്തു, കോളൻ യൂസ് ചെയ്തു. ഞാൻ ഇവിടെ ഒരു പ്രിൻറ്റ് മെസ്സേജ് കൊടുത്തു, നോട്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. ഞാൻ കൊടുത്ത ഏജ് 25 ആണ്. അപ്പോൾ 25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. സോ ഏത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും? ഇഫിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ റിസൾട്ട് വരും? എലിജിബിൾ. അടുത്ത് ഞാൻ കൊടുത്ത ഏജ് എന്ന് പറയുന്നത് ഒരു 6 ആണ്. 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ? കണ്ടീഷൻ ട്രൂ ആണോ? അല്ല, തെറ്റാണല്ലോ, ഫോൾസ് ആണ്, അല്ലേ? അപ്പോൾ ഫോൾസ് ആവുന്ന സമയത്ത് എൽസ് പാർട്ടായിരിക്കും, എൽസ് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. നേരത്തെ പഠിച്ചതിൽ ട്രൂ ആണെങ്കിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാനുള്ളൂ. ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്യും, പ്രോഗ്രാമിലൊന്നുമില്ല. പക്ഷേ ഇവിടെയാണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദ കണ്ടീഷൻ ഈസ് എ ഫോൾസ്, എൽസ് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സിൻടാക്സ് പഠിക്കാം. ഇഫ് കണ്ടീഷൻ കോളൻ, അടുത്ത് കമൻ്റാക്കി പറഞ്ഞിരിക്കുകയാണ് ബ്ലോക്ക് എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഈസ് എ ട്രൂ. ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ. എൽസ് കോളൻ ബ്ലോക്ക് എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഈസ് എ ഫോൾസ്. കണ്ടീഷൻ കൊടുത്ത കണ്ടീഷൻ ഫോൾസ് ആവുന്ന സമയത്ത് എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത് ഇതാണ് നിങ്ങളുടെ ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ. GDP ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് -1.5 കൊടുത്തിട്ടുണ്ട്. -1.5 ഗ്രേറ്റർ ദാൻ 0 ആണോ? അല്ല, കണ്ടീഷൻ തെറ്റാണ്. അപ്പോൾ ഏതായിരിക്കും? എക്കണോമീസ് കോൺട്രാക്റ്റിംഗ്. ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് ഉണ്ടല്ലോ, ഞാൻ ഔട്ട്പുട്ട് അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കുക. അടുത്ത് ഈ പറയുന്ന എക്സാമ്പിൾ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ യൂസ് ചെയ്ത 2 എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു നമ്പർ റീഡ് ചെയ്തിട്ട് നമ്പർ ഈവൻ നമ്പർ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ 45 ആണ് കൊടുത്തതെന്ന് വിചാരിക്കാം. നം ഈക്വൽ ടു നം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വേരിയബിൾ നം ആണ്. അപ്പം ഞാൻ നം എന്ന് പറഞ്ഞ വേരിയബിളിന് 45 കൊടുത്തു. 45നെ 2 കൊണ്ട് ചെയ്യണം. ഇത് ഈ ഓപ്പറേറ്റർ ഞാൻ പഠിപ്പിച്ചിരുന്നു. എന്താണ്? മോഡുലസ് ഓപ്പറേറ്റർ, റിമൈൻഡർ കണ്ടുപിടിക്കാൻ. 45 എന്ന് പറയുന്ന നമ്പറിന് 2 കൊണ്ട് ചെയ്യുമ്പം റിമൈൻഡർ എത്രയായിരിക്കും വരുന്നത്? 1 ആയിരിക്കും, അല്ലേ? 1 ആയിരിക്കുമല്ലോ. അപ്പം നോക്കും, ആ നമ്പറിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ കണ്ടുപിടിച്ചു. ഈക്വൽ ടു 0 ആണോ നോക്കി. ഈക്വൽ ടു 0 ആണ്, റിമൈൻഡർ 1 ആണ് വന്നത്. അപ്പോൾ എന്ത് വരും? ഓഡ് നമ്പർ എന്നൊരു മെസ്സേജ് ആയിരിക്കും വരുന്നത്. ഓഡ് നമ്പർ ആയിരിക്കും, അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അടുത്തൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. 40 ആണ് കൊടുത്തത്. നം ഈക്വൽ ടു 40 കൊടുത്തു.
അപ്പോൾ എന്താണ് 40 റിമൈൻഡർ കണ്ടുപിടിക്കുക. 40യെ 2 കൊണ്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? 0 വരും അല്ലേ. അപ്പോൾ ഈക്വൽ ടു 0. ഫസ്റ്റ് ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഈവൻ നമ്പർ എന്നൊരു മെസ്സേജ് വരും. ക്ലിയർ ആയോ? ഇഫ് എൽസ് മനസ്സിലായോ? ഒരു എക്സാമ്പിളും കൂടെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതും നമ്മൾ നിങ്ങളുടെ ബുക്കിലില്ല, അല്ലാത്തൊരു എക്സാമ്പിൾ ഞാൻ ഇതൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളും കൂടെ കൊടുത്തതാണ്. 2 നമ്പർ റീഡ് ചെയ്തു. ഫസ്റ്റ് ഞാനിപ്പോൾ 40 എന്ന് കൊടുക്കുക. രണ്ടാമത്തെ നമ്പർ ഞാൻ 50 എന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ലാർജസ്റ്റ് നമ്പർ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ കണ്ടീഷൻ എങ്ങനെ നോക്കും? നം1 40 ഗ്രേറ്റർ ദാൻ 50. കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? ഇതിനകത്ത് 40 എന്ന് പറയുന്നത് 50-നേക്കാളും ഗ്രേറ്റർ ആണോ? അല്ല. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ ഏതായിരിക്കും വരുന്നത്? ലാർജസ്റ്റ് നം ഈക്വൽ ടു നം2. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് ആയിട്ട് വരും അല്ലേ. ലാർജസ്റ്റ് നം ഈസ്, ലാർജസ്റ്റ് നമ്പർ ഈസ് എന്ന് കൊടുത്തിട്ട് നമ്പർ 2 50 എന്ന് വരും. ക്ലിയർ ആയോ? അടുത്ത ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം. 140യും കൊടുത്തു, 50യും കൊടുത്തു. കണ്ടീഷൻ എങ്ങനെ നോക്കും? 140 ഗ്രേറ്റർ ദാൻ 50 നോക്കി. കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ വരും? ലാർജസ്റ്റ് നം ഈസ് നം1. അപ്പോൾ ലാർജസ്റ്റ് നം ഈസ് എന്ന് പറഞ്ഞിട്ട് നം1 ആണല്ലോ ലാർജസ്റ്റ് എന്ന് വരുന്നത്. എന്തെഴുതും? 140 എന്ന് വരും. ക്ലിയർ ആയോ? ഒരു കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദ കണ്ടീഷൻ ഈസ് എ ഫോൾസ് എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇഫ് എൽസ്. ഇത് നമുക്ക് പഠിക്കേണ്ടത് ഇഫ് എലിഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്, മൾട്ടിവേ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചപ്പോൾ ഒരു കണ്ടീഷനെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ തെറ്റാണെങ്കിൽ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് നോക്കണം, അതിൻ്റെ ബേസിസിൽ എനിക്ക് ഡിസിഷൻ എടുക്കണം. ആ സമയത്താണ് നമുക്ക് ഇഫ് എലിഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. മൾട്ടിവേ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. മോർ ദാൻ വൺ കണ്ടീഷൻ ഈസ് ഇവാലുവേറ്റഡ്. ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ എക്സിക്യൂട്ട് പർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഏത് കണ്ടീഷനാണോ ട്രൂ ആവുന്നത് ആ കണ്ടീഷൻ്റെ താഴെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എല്ലാ കണ്ടീഷനും തെറ്റാണെന്നുണ്ടെങ്കിൽ ഏത് വർക്ക് ചെയ്യും? എൽസ് ബ്ലോക്ക് വർക്ക് ചെയ്യും. നമുക്ക് സിൻടാക്സ് നോക്കാം. ആദ്യം കണ്ടീഷൻ ഇഫ് കണ്ടീഷൻ 1 കോളൻ കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ 1 ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഏത് എക്സിക്യൂട്ട് ചെയ്യും? ആ ഇഫ് ബ്ലോക്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എലിഫ് കണ്ടീഷൻ 2 ഇഫ് ദ കണ്ടീഷൻ 1 ഈസ് ഫോൾസ് ദെൻ എക്സിക്യൂട്ട് ദ കണ്ടീഷൻ 2. അവിടെ നോക്കും ആ കണ്ടീഷൻ 2 ട്രൂ ആണോ നോക്കും. അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് കുറേ കണ്ടീഷൻസ് ഇങ്ങനെ എഴുതാൻ പറ്റും. n വരെ എഴുതാം. കണ്ടീഷൻസ് കൊടുക്കുക. ആ കണ്ടീഷൻസ് എല്ലാം തെറ്റാവുന്നെങ്കിൽ എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് എൽസ് ബ്ലോക്കിനകത്ത് നമുക്ക് കൊടുക്കാം. നിങ്ങളുടെ ബുക്കിലെ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലേഷൻ റേറ്റ് 6.8. നമുക്കൊന്ന് നോക്കാമേ. ആദ്യത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഫ്ലേഷൻ റേറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. 6.8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ആണോ? കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് കണ്ടീഷനിലോട്ട് പോയി. ഇൻഫ്ലേഷൻ റേറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. 6.8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. കണ്ടീഷൻ എന്തായി? ട്രൂ ആയി. അപ്പോൾ ആ ബ്ലോക്ക് വർക്ക് ചെയ്യണം. എന്താണ് ഔട്ട്പുട്ട് കണ്ടല്ലോ? മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്നുള്ള റിസൾട്ട് ഡിസ്പ്ലേ ചെയ്തു. ഇനി അടുത്ത് ഞാൻ 5 ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ആദ്യത്തെ കണ്ടീഷൻ തെറ്റ്, സെക്കൻഡ് കണ്ടീഷനും തെറ്റ്. അപ്പോൾ ഏത് വരും? ലോ ഇൻഫ്ലേഷൻ എന്നുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇത് നിങ്ങളുടെ ബുക്കിലില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്. ഗ്രേഡ് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നോക്കാം. അതിനകത്ത് നമുക്ക് ഒരുപാട് കണ്ടീഷൻ നോക്കണം. മാർക്ക് ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ A+, 80 ആണെങ്കിൽ A, 70 ആണെങ്കിൽ B, 60 ആണെങ്കിൽ C. ഇങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ടല്ലേ. അതിൻ്റെ ബേസിസിൽ എനിക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റും ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഇഫ് എലിഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. ഇവിടുത്തെ കണ്ടീഷൻ്റെ വർക്കിംഗ് നോക്കാമേ. മാർക്ക് 75 എന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നോക്കും എന്താണ്? 75 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. ട്രൂ ആണോ? അല്ല. അപ്പോൾ ആ ബ്ലോക്ക് സ്കിപ്പ് ചെയ്തു. നെക്സ്റ്റ് ലൈനിലോട്ട് വരും. എന്താണ്? 75 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 75. 75 ഈക്വൽ ആണല്ലോ. ഗ്രേറ്റർ അല്ല, പക്ഷേ ഈക്വൽ ആണ്. അപ്പോൾ എന്ത് വന്നു? ഗ്രേഡ് എന്നുള്ളത് B എന്ന് കിട്ടും. അടുത്ത് വേറൊരു നമ്പർ ഞാൻ കൊടുക്കുന്നു. ഞാൻ കൊടുത്ത നമ്പർ 40 എന്ന് വിചാരിക്കുക. 40 ആണ്. മാർക്ക് ഈക്വൽ ടു 40. 40 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണോ? കണ്ടീഷൻ തെറ്റ് അല്ലേ. ഒന്നും വർക്ക് ചെയ്യില്ല. 40 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 75. കണ്ടീഷൻ എന്താണ്? ഫോൾസ്. എക്സിക്യൂട്ട് ചെയ്യാനില്ല. 40 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. 50യേക്കാൾ എബോ ആണോ 40? അല്ല. അപ്പോൾ എന്ത് മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും? ഫെയിൽ എന്നൊരു മെസ്സേജ് ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ഇനി ഒരു നമ്പറും കൂടെ ഞാൻ പറയുകയാണ്. 55 നോക്കാം.
മാർക്ക് 55 ആണ്. 55 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണോ? അല്ല. ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആയി. 55 75 എബോ അല്ല, തെറ്റാണ്. മൂന്നാമത്തെ കണ്ടീഷൻ നോക്കുകയാണ്. 55 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. അപ്പോൾ എന്താ റിസൾട്ട് വരും? ഗ്രേഡ് സി എന്നൊരു റിസൾട്ട് വരും. മനസ്സിലായോ? ഓരോ കണ്ടീഷനും നോക്കും. ഏത് കണ്ടീഷനാണോ ട്രൂ അതിൻ്റെ താഴെ വരുന്ന ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായോ? എല്ലാ കണ്ടീഷനും തെറ്റാണെന്നുണ്ടെങ്കിൽ എൽസ് പാർട്ട് വർക്ക് ചെയ്യും. അതാണ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ 3 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഇഫിനകത്ത് എന്തായിരുന്നു? കണ്ടീഷൻ നോക്കൂ അല്ലേ? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ പർട്ടിക്കുലർ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് എൽസിനകത്ത് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഇഫ് കണ്ടീഷൻ നോക്കും, ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്താണ്? മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നോക്കും. ഏത് കണ്ടീഷനാണോ ട്രൂ ആയിട്ട് വരുന്നത് അതിൻ്റെ പർട്ടിക്കുലർ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. എല്ലാ കണ്ടീഷനും തെറ്റാണെങ്കിൽ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത് പഠിക്കേണ്ടത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പൈത്തൺ. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഒരേ ടാസ്ക് നമ്പർ ഓഫ് ടൈംസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്ന സമയത്താണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. റെപ്പറ്റീഷൻ ഓഫ് എ ടാസ്ക് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് ഇപ്പോൾ എനിക്ക് സാലറിയുടെ സമ്മ് കണ്ടുപിടിക്കണം. ഒരു വർഷത്തെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ മാസത്തെ സാലറി ആഡ് ചെയ്ത് എനിക്കതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് മന്ത് കിട്ടിയ സാലറി ഇപ്പോൾ 10,000 എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു. അടുത്ത 20,000, അങ്ങനെ കുറേ മന്തിലെ സാലറി എനിക്ക് സമ്മ് കണ്ടുപിടിക്കണം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ മാസത്തെ സാലറി ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് ABCD എന്ന് പറഞ്ഞ് 10 മാസത്തെ ടോട്ടൽ സാലറിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടെങ്കിൽ ഞാൻ അവിടെ 10 വേരിയബിൾ യൂസ് ചെയ്ത് ഇപ്പം നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. നമ്മളതാണ് പഠിച്ചത്. പക്ഷേ ഈ ടാസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരേ റെപ്പറ്റീഷൻ ഓഫ് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. Looping statements are used to repeat a block of code multiple times until a condition becomes false or sequence ends. ഞാനൊരു കണ്ടീഷൻ പറയും. ആ കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്ന സമയത്താണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തത്. ഒരു സിമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇഫ് GDP ഗ്രോസ് എവരി ഇയർ ബൈ 5%, GDP ഓരോ വർഷവും 5% ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ഫോർ 10 years? 10 yearsൽ അത് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഓരോ വർഷം എത്ര കൂടുന്നു എന്ന് പറഞ്ഞ് 5% കൂടി. അപ്പോൾ അത് നമുക്ക് എത്ര വർഷത്തേക്ക് ചെയ്യണം? 10 yearsന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ വർഷവും സെയിം ആയിട്ട് അതിൻ്റെ ഇൻക്രീസ് പറഞ്ഞത് 5% അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ഇയർ കണ്ടുപിടിച്ചെന്ന് വയ്ക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്ത് വേറൊരു വേരിയബിൾ വെച്ചിട്ട് രണ്ടാമത്തെ ഇയർ കണ്ടുപിടിക്കും അല്ലേ? അപ്പോൾ ചെയ്യേണ്ടി വരുന്ന ടാസ്ക് എന്ന് വെച്ചാൽ സെയിം ടാസ്ക് ആണല്ലേ? 5% വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. റെപ്പറ്റീഷൻ ഓഫ് എ ടാസ്ക് വി യൂസിങ് ദ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. പൈത്തനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് 2 ലൂപ്പാണുള്ളത്, ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. റെപ്പറ്റീഷനായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും യൂസ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഏതൊക്കെ ലൂപ്പാണ് പഠിക്കേണ്ടത്? ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഓർക്കണം. നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്ന സമയത്ത് നമുക്ക് 3 കാര്യങ്ങൾ കമ്പൽസറി ആയിട്ട് വേണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലൈസേഷൻ വേണം. മനസ്സിലായാലും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 10 വർഷത്തേന്ന് പറഞ്ഞു. അപ്പോൾ ഏത് തൊട്ട്? 1ാമത്തെ വർഷം മുതൽ 10ാമത്തെ വർഷം വരെ അല്ലേ? അപ്പോൾ അവിടെ നിന്ന് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവണം. അപ്പം ഞാനിത് ഒരു വേരിയബിളിനകത്ത് 1 എന്ന് ഞാൻ മനസ്സിലാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ്. I = 1 എന്ന് കൊടുത്തു. ഇനിഷ്യലൈസേഷൻ പാർട്ട് ഉണ്ടായിരിക്കണം. എനിക്ക് 10 വർഷമല്ലേ എനിക്ക് വേണ്ടത്? 1 തൊട്ട് 10 വരെ. അപ്പോൾ എനിക്ക് എനിക്ക് കൊടുക്കേണ്ടത് ഒരു കണ്ടീഷൻ ഉണ്ടാവണം. അവിടെ ഒരു എക്സ്പ്രഷൻ എഴുതണം. എനിക്ക് 10 പ്രാവശ്യം ഒരേ കാര്യം പറഞ്ഞു. സോ ഞാൻ എങ്ങനെ എഴുതാം? I ≤ 10. എനിക്കൊരു കണ്ടീഷൻ പാർട്ട് എഴുതണം. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? 1 എന്നല്ലേ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 ≤ 10 ആണെങ്കിൽ ആദ്യത്തെ വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്തു. അടുത്ത എന്താണ്? 2, 3, 4, 5, 6 അങ്ങനെ ആ ഒരു സെയിം ബ്ലോക്ക് 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കണ്ടീഷൻ ഇവിടെ എഴുതിയത് I ≤ 10 കൊടുത്തു. ഇത് രണ്ടാമത്തത്, ലൂപ്പിൻ്റെ രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത്തത് എനിക്കിവിടെ ഒരു അപ്ഡേഷൻ വേണം. ഇൻക്രിമെൻറ്റും ആവാം, ഡിക്രിമെൻറ്റും ചെയ്യാം. നമുക്ക് എന്താണ്? ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നമുക്കവിടെ അപ്ഡേഷനും കൂടെ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ 1 എന്ന് പറഞ്ഞല്ലേ? 1 ≤ 10 എന്ന് പറഞ്ഞു. അടുത്ത് എന്താവണം? അത് 2 ആവണം അല്ലേ? അപ്പോൾ അത് ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു അപ്ഡേഷൻ, ഐയുടെ വാല്യൂ എത്ര കൊടുക്കുക? 1, 2, 3, 4, 5, 10 വരെയാണ് എനിക്ക് പോവേണ്ടത്. അപ്പോൾ അപ്ഡേഷനും കൂടെ നമ്മൾ എഴുതണം. ഈ 3 കാര്യങ്ങളും ലൂപ്പിൽ വേണം. ഏതൊക്കെയാണ്? നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച്
നമ്മൾ ആ പ്രോഗ്രാമിൽ എഴുതണം. എന്താണ്? ഒന്നാമതായിട്ട് അതിനൊരു ഇനിഷ്യലൈസേഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവണം. 2 ഒരു കണ്ടീഷൻ ഓർ എക്സ്പ്രഷൻ നമ്മൾ എഴുതണം. മൂന്നാമത്തത് അപ്ഡേഷൻ, ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ആയിട്ട് ഒരു അപ്ഡേഷൻ നമ്മൾ അവിടെ കൊടുത്തിരിക്കണം. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായോ? എനിക്ക് 1 to 10 വരെയാണ് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം ഞാൻ 1 എന്ന് കൊടുത്തു, ഐയുടെ വാല്യൂ 1 ആയിട്ട് കൊടുത്തു, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു. ഐയുടെ വാല്യൂ എന്താണ്? 1 2 3 4 5 എന്നല്ലേ വരേണ്ടത്. സോ അപ്ഡേഷൻ ചെയ്യേണ്ടത് ഇൻക്രിമെൻ്റ് ആണ്. സോ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഒരു ലൂപ്പ്, ഈ 2 ലൂപ്പിനകത്ത് ഇത് വേണം. മനസ്സിലായല്ലോ? എന്തൊക്കെയാണ് വേണ്ടത്? ഇനിഷ്യലൈസേഷൻ വേണം, കണ്ടീഷൻ വേണം, അപ്ഡേഷൻ വേണം. ഈ 3 കാര്യങ്ങളും കൂടെ നമ്മൾ ലൂപ്പ് എഴുതുമ്പോൾ ഓർക്കുക. മനസ്സിലായോ? ലൂപ്പ് ഞാൻ എന്താ പറഞ്ഞത്? റെപ്പറ്റീഷൻ ഓഫ് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നിങ്ങളുടെ ഇതിന് ഇല്ല, എന്നാലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ പറഞ്ഞത് ടൈപ്പാണ്. നമ്മൾ മെയിനായിട്ട് 2ആയിട്ട് പറയും. ഒന്നാമത്തത് എൻട്രി കൺട്രോൾ ലൂപ്പും, കമ്പ്യൂട്ടറിൻ്റെ ബുക്കൊക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇത് കാണും കേട്ടോ. എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. നിങ്ങൾക്ക് എൻട്രി കൺട്രോൾ ലൂപ്പ് മാത്രമേ പഠിക്കാവുള്ളൂ. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് നിങ്ങൾക്ക് ഇതിനകത്തില്ല. നിങ്ങൾക്ക് പഠിക്കേണ്ട എൻട്രി കൺട്രോൾ ലൂപ്പാണ്. അതൊന്ന് പറയാം. കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ മനസ്സിലാവില്ല, ഇത് ഓർത്തിരിക്കുക. കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഞാനീ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പിങ്ങിൻ്റെ താഴെ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ വരുന്ന ലൂപ്പിനെയാണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. എന്താ ഞാൻ പറഞ്ഞു തന്നത്? ഫസ്റ്റ് ഇവാലുവേറ്റ് ദ കണ്ടീഷൻ, ദെൻ ദ കണ്ടീഷൻ ഈസ് എ ട്രൂ, ദെൻ എക്സിക്യൂട്ട് ദ ബോഡി ഓഫ് ദ ലൂപ്പ്. ദാറ്റ് ലൂപ്പ് ഈസ് കോൾഡ് എൻട്രി കൺട്രോൾ ലൂപ്പ്. ക്ലിയർ ആയോ? നമ്മൾ പഠിക്കുന്ന ഫോറും വൈലും ഏതിൽ വരുന്നതാണ്? എൻട്രി കൺട്രോൾ ലൂപ്പിലാണ്. കണ്ടീഷൻ നോക്കും, ദെൻ എക്സിക്യൂട്ട് ദ ബോഡി ഓഫ് ദ ലൂപ്പ്. അങ്ങനെ വരുന്നതിനാണ് നമ്മൾ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി എക്സിറ്റ് കൺട്രോൾ, ഇത് പറഞ്ഞുകൊണ്ട് എക്സിറ്റും കൂടെ പറഞ്ഞു തരാം. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിനകത്ത് ഫസ്റ്റ് എക്സിക്യൂട്ട് ദ ബോഡി. ഒരു പ്രാവശ്യം ആ ബോഡി എന്താ ഞാൻ പ്രോഗ്രാമിൽ പറഞ്ഞുതരാം. ബോഡി ഓഫ് ദ ലൂപ്പ് ഫസ്റ്റ് എന്ത് നോക്കും? ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ചെക്ക് ദ കണ്ടീഷൻ. ക്ലിയർ ആയോ? ദെൻ ചെക്ക് കണ്ടീഷൻ. എൻട്രി കൺട്രോൾ ചെയ്യാൻ എന്താ പറഞ്ഞു തന്നത്? ഫസ്റ്റ് ഇവാലുവേറ്റ് ദ കണ്ടീഷൻ നോക്കും, ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ്. ഇതിനകത്ത് എന്താണ് ചെയ്യുന്നത്? തിരിച്ച് ഇതിനകത്ത് വരുമ്പോൾ എക്സിറ്റിനകത്ത് ഫസ്റ്റ് എന്ത് എക്സിക്യൂട്ട് ചെയ്യും? ബോഡി ഓഫ് ദ ലൂപ്പ്, ദെൻ ചെക്ക് ദ കണ്ടീഷൻ. നമുക്കിത് പഠിച്ചാൽ മതി. വൈലും ഫോർ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പാണ്. വൈൽ ലൂപ്പ് ആദ്യത്തെ ലൂപ്പാണ്. വൈൽ ലൂപ്പ് നമുക്ക് നോക്കാം. വൈൽ ലൂപ്പ് എന്ത് ലൂപ്പാണ്? എൻട്രി കൺട്രോൾ ലൂപ്പാണ് അല്ലേ. കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബോഡി ആ ലൂപ്പിൻ്റെ താഴെ വരുന്ന എന്താണോ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് നമ്പർ ഓഫ് ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് വൈൽ ലൂപ്പ്. സിൻടാക്സ് നോക്കാം. വൈൽ കണ്ടീഷൻ കോളൻ കൊടുക്കുക സ്റ്റേറ്റ്മെൻറ്റ്സ്. കണ്ടല്ലോ? നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഇൻഫ്ലേഷൻ റേറ്റ് ഈക്വൽ ടു 9 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ലൂപ്പിൻ്റെ അകത്ത് കണ്ടീഷൻ എഴുതിയിരിക്കുന്ന ശ്രദ്ധിക്കുക. വൈലെന്ന് എഴുതിയിട്ട് അങ്ങനെയാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടത്. വൈൽ എഴുതുക. ആ വൈൽ കഴിഞ്ഞിട്ടാണ് കണ്ടീഷൻ എഴുതേണ്ടത്. കണ്ടീഷൻ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ റേറ്റ് എന്നുള്ളത് > 6, അതാണ് കണ്ടീഷൻ. ഇതാണ് കണ്ടീഷന്, വൈൽ കണ്ടീഷൻ. ഇനി ഇതിൻ്റെ താഴെ ഇവിടെ ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് ഇത്. നമ്മൾ പൈത്തണിൽ എപ്പോഴും അത് ശ്രദ്ധിച്ചോളണം. ഇവിടെ ഒരു ഇൻഡൻറ്റേഷൻ സ്പേസ് കഴിഞ്ഞിട്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ആ സിൻടാക്സ് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അവിടെ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രിൻറ്റ് ഇൻഫ്ലേഷൻ റേറ്റ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലേഷൻ റേറ്റ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇൻഫ്ലേഷൻ റേറ്റ് ഈക്വൽ ടു, അവിടെ എന്താ ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? മൈനസ് ഈക്വൽ ടു 1. ഇതെന്താ ഞാൻ പഠിപ്പിച്ചെന്നൊരു സാധനമാണ്. മൈനസ് ഈക്വൽ ടു 1. മൈനസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഏത് ഓപ്പറേറ്ററാണ്? ഇതിനെ നമുക്ക് എങ്ങനെ ഏത് ഓപ്പറേറ്റർ എന്ന് പറയാം? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അല്ലേ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് ഞാൻ എഴുതാൻ പഠിപ്പിച്ചു തന്നു. എന്താണ്? i ഈക്വൽ ടു i പ്ലസ് 7 എങ്ങനെ എഴുതാം? i പ്ലസ് ഈക്വൽ ടു 7 എന്ന് എഴുതാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ m ഈക്വൽ ടു m മൈനസ് 5 എങ്ങനെ എഴുതാം? m മൈനസ് ഈക്വൽ ടു 5. മനസ്സിലായോ? അപ്പം ഞാൻ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻഫ്ലേഷൻ റേറ്റ് മൈനസ് ഈക്വൽ ടു 1. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫ്ലേഷൻ റേറ്റ് ഈക്വൽ ടു ഇൻഫ്ലേഷൻ റേറ്റ് മൈനസ് 1. അതിനല്ലേ നമ്മൾ അസൈൻമെൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. മാറ്റി എഴുതിയെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ. ഇത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് എഴുതിയിരിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ റേറ്റ് ഈക്വൽ ടു ഇൻഫ്ലേഷൻ റേറ്റ് മൈനസ് 1 പകരം ഞാൻ എങ്ങനെ എഴുതി? ഇൻഫ്ലേഷൻ റേറ്റ് ഈക്വൽ മൈനസ് ഇൻഫ്ലേഷൻ റേറ്റ് മൈനസ് ഈക്വൽ ടു 1.
ഓർ ഇത് എഴുതിയിരിക്കുന്നു. നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ പഠിച്ചത് കാരണം നമ്മൾ അങ്ങനെ എഴുതുള്ളൂ പ്രോഗ്രാമിലൊക്കെ. മറ്റത് കറക്റ്റാണ്, പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ എഴുതുന്ന സമയത്ത് എന്താണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് എഴുതാൻ നോക്കുക. അപ്പോൾ അതെഴുതി. എന്നിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പ്രിൻ്റ് ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾ, ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ലൂപ്പ് ഇത്രയും എക്സിക്യൂട്ട്, ഇതാണ് ലൂപ്പിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് കണ്ടല്ലോ ഈ സ്പേസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് വരുന്നത് ലൂപ്പ് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പ്രിൻ്റ് എന്നുള്ളത്. ഞാനത് പറയാം. ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം നമുക്ക്. ആദ്യം ഇൻഫ്ലേഷൻ റേറ്റ് 9 ആയിരുന്നു. കണ്ടീഷൻ നോക്കുകയാണ്. 9 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 6 ആണോ നോക്കി. ആണോ? കണ്ടീഷൻ ട്രൂ ആണോ? 9 ഗ്രേറ്റർ ദാൻ 6 ആണോ? ആണല്ലോ അല്ലേ? അപ്പോൾ ട്രൂ ആണ്. അപ്പോൾ അവിടെ എന്തെഴുതി? ഇൻഫ്ലേഷൻ റേറ്റ് ഈസ് 9. കണ്ടല്ലോ, നമ്മളത് പഠിച്ചതാണ്. പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 9 പ്രിൻറ്റ് ചെയ്തു. അടുത്ത് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഫ്ലേഷൻ റേറ്റ് -=1. അപ്പം 9 ആണ് ഇപ്പോഴത്തത്. 9 - 1 അപ്പോൾ എത്ര കിട്ടി? 8. ക്ലിയർ ആയോ? അടുത്തത് ഇത് മനസ്സിലാക്കിക്കൊള്ളണം. ഇതാണ് നമ്മുടെ ലൂപ്പിൻ്റെ വർക്കിങ്ങിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടോ? ഈ ഇൻഫ്ലേഷൻ റേറ്റ് മൈനസ് കഴിഞ്ഞിട്ട് ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഇതിപ്പുറത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് നേരെ കൺട്രോള് എവിടെയാണ് വരുന്നതെന്നറിയോ? ഈ കണ്ടീഷനിലാണ് പോകുന്നത്. എപ്പോൾ കണ്ടീഷൻ തെറ്റും എന്ന് വെച്ചാൽ ആ കണ്ടീഷൻ ഫോൾസ് ആവുന്ന സമയത്ത് ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും. മനസ്സിലായോ? ഇപ്പം ഞാൻ നോക്കി, ഇപ്പം എൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് 8 ആണ്. മനസ്സിലാക്കി പഠിച്ചോളണം. കാണാതെ പഠിക്കാൻ നമുക്കിത് കിട്ടൂല. നമുക്ക് ഒരിക്കലും ഇത് മനസ്സിലാവേ ഇല്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു ബുക്ക് എടുത്ത് ഇതൊന്ന് എഴുതി നോക്കണം. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 8 എങ്ങനെയായി? ഇവിടുന്ന് -1 ആയപ്പോൾ 8 ആയല്ലോ. 8 ആയിട്ട് ഞാൻ എന്ത് പറഞ്ഞു തന്നു? ഇത് കഴിയുമ്പോൾ ലൂപ്പ് കഴിയുമ്പോൾ, കാരണം ഇതിൻ്റെ താഴെ വേറെ ഈ ലൈനിനകത്ത് നോക്കിയാൽ മനസ്സിലാവും വേറെ ഒന്നുമില്ല. പ്രിൻ്റ് ഇങ്ങോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരെ എവിടെ പോയി? ഇതാ ഇവിടെ വന്ന് കണ്ടീഷൻ വീണ്ടും നോക്കും. 8 ഗ്രേറ്റർ ദാൻ 6 ആണോ നോക്കും. 8 ഗ്രേറ്റർ ദാൻ 6 ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോഴും വീണ്ടും എന്ത് പറഞ്ഞു? ഇൻഫ്ലേഷൻ റേറ്റ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തെ ഔട്ട്പുട്ട് വന്നത് കണ്ടല്ലോ. അടുത്ത് വീണ്ടും 8 ആയിരുന്നത് 8 - 1. 8 തൊട്ട് മുന്നേ എന്തായിരുന്നു? 9 ആയി. 9 - 1 ആയി. അപ്പോൾ 8 ആയി. 8 - 1 എത്രയായി? 7 ആയി. 7 കിട്ടിയത് മനസ്സിലായല്ലോ. അപ്പം ഞാൻ എന്താ പറഞ്ഞത്? ലൂപ്പിൻ്റെ ഇത് നോക്കിയിട്ട് വീണ്ടും എവിടെ വരും? ഇവിടെ വരും. കണ്ടീഷൻ തെറ്റാവുന്ന സമയത്ത് ടെർമിനേറ്റ് ചെയ്യുള്ളൂ. 7 ഗ്രേറ്റർ ദാൻ 6 ആണോ നോക്കും. 7 ഗ്രേറ്റർ ദാൻ 6. ഈ കാൽക്കുലേഷനൊന്നും നിങ്ങൾ പഠിക്കുകയോ ഒന്നും വേണ്ട. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും ലൂപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതുന്നതേ ഉള്ളൂ. 7 ഗ്രേറ്റർ ദാൻ 6 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും ആ 7 പ്രിൻറ്റ് ചെയ്തു. വീണ്ടും 6 ആയി. മനസ്സിലായല്ലോ? 6 ആയി. 6 ഗ്രേറ്റർ ദാൻ 6 കണ്ടീഷൻ എന്താണ്? തെറ്റ്. ടെർമിനേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ കണ്ടീഷൻ തെറ്റാകുമ്പോൾ ഈ ബോഡി ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യൂല. നേരെ തെറ്റാണല്ലോ. കണ്ടീഷൻ തെറ്റാകുമ്പോൾ വൈൽ ലൂപ്പിന് താഴെ ടെർമിനേറ്റ് ചെയ്യും. വൈൽ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്തിട്ട് ഈ പ്രിൻറ്റ് വരും. ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരും. മനസ്സിലായോ? ലൂപ്പ് ആദ്യം വർക്ക് ചെയ്യും. ലൂപ്പിലെ കണ്ടീഷൻ തെറ്റാകുമ്പോൾ ടെർമിനേറ്റ് ചെയ്യും ലൂപ്പ്. എന്നിട്ട് താഴെ എന്താണോ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ അതവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ ഒന്നുമില്ല. ഇതാണ് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അഥവാ ലൂപ്പ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് എഴുതുക. വയലും ഫോറും എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ നിങ്ങളുടെ ബുക്കിലുള്ളത് ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിളും കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 1 to 5 വരെ പ്രിൻറ്റ് ചെയ്യണം. മനസ്സിലായോ? വൺ ടു 5 വരെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ 1 to 5 വരെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ആദ്യം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തന്നു. ലൂപ്പ് ചെയ്യുമ്പോൾ 3 പാർട്ട് വേണം അല്ലേ? ഇനിഷ്യലൈസേഷൻ വേണം, കണ്ടീഷൻ വേണം, ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ എന്നുള്ളത് വേണം. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഇനിഷ്യലൈസേഷൻ പാർട്ട്. അടുത്ത കണ്ടീഷനുണ്ട്, ഇൻക്രിമെൻറ്റ്. 1 to 5 അല്ലേ പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നം ഈസ് ഈക്വൽ ടു 1 കൊടുത്തിട്ടുണ്ട്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ ആണ്. നം പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. 1 പ്രിൻറ്റ് ചെയ്തു. അടുത്ത് നം ഈക്വൽ ടു നം പ്ലസ് 1 ആണ്. അപ്പോൾ 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ നോക്കി. യെസ് കണ്ടീഷൻ ട്രൂ ആണ്. അതുവരെ അങ്ങനെ 5 ടൈംസ് ഔട്ട്പുട്ട് സ്ക്രീൻ നോക്കുക. നിങ്ങളുടെ ബുക്കിനകത്ത് ഒരു എക്സാമ്പിളേ ഉള്ളൂ. നിങ്ങൾക്ക് ആ എക്സാമ്പിൾ മനസ്സിലാക്കി പഠിച്ച് അത് എഴുതിയാൽ മതി. ഞാൻ 1-2 എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. എനിക്ക് 1 to 1000 വരെ പ്രിൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര മുതലാണ്? 1 മുതൽ എനിക്ക് 1000 വരെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോഗ്രാം എഴുതാൻ നോക്കാം. യൂസിങ് വൈൽ ലൂപ്പാണ്. ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു ഇനിഷ്യലൈസേഷൻ പാർട്ട് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ ഞാൻ i is equal to
എനിക്ക് 1 എന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിങ് 1 ആണ്. സോ ഐയുടെ വാല്യൂ ഞാൻ 1 എന്ന് കൊടുത്തു. ഐ നമ്മളെപ്പോഴും വേരിയബിൾ യൂസ് ചെയ്യുന്നത് ലൂപ്പിലൊക്കെ ഐ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഐ എന്നങ്ങ് പറയുന്നത്. ഞാൻ ഐ എന്നങ്ങ് പറഞ്ഞത്. ഐ 1 എന്ന് കൊടുത്തു. ദെൻ കണ്ടീഷൻ എഴുതാം. വൈൽ 1000 വരെയല്ലേ പോവേണ്ടത്, അപ്പോൾ കണ്ടീഷൻ എങ്ങനെ എഴുതാം? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതി. അടുത്ത് നമുക്ക് പൈത്തനകത്ത് ഇൻഡൻറ്റേഷൻ സ്പേസ് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഇവിടെ പ്രിൻ്റ് എന്ന് കൊടുത്തിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഐ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താണ്, ലൂപ്പിന് 3 പാർട്ടുണ്ട് അല്ലേ? ഇനിഷ്യലൈസേഷനായി, കണ്ടീഷനായി, അപ്ഡേഷൻ വേണം. എങ്ങനെയാണ്? ഇൻക്രിമെൻ്റ് ആണോ ഡിക്രിമെൻ്റ് ആണോ? 1 2 3 4 5 എന്നല്ലേ വരേണ്ട, അപ്പോൾ ഇൻക്രിമെൻ്റ് ആണ്. സോ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1, ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. നമുക്ക് വേറെ രീതിയിൽ കൂടെ എഴുതാം, ഐ പ്ലസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇത്രയാണ് എൻ്റെ പ്രോഗ്രാമായിട്ട് എനിക്ക് വേണ്ടത്. ഞാൻ എൻ്റെ വർക്കിംഗ് ഒന്ന് പറയുകയാണ്. ഫസ്റ്റ് ഐയുടെ വാല്യൂ എത്രയായിരുന്നു? 1 ആയിരുന്നു. 1 പ്രിൻറ്റ് ചെയ്തു. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000. കണ്ടീഷൻ നോക്കി, ട്രൂ ആണല്ലോ. കണ്ടീഷൻ 1000-നേക്കാളും കുറവാണല്ലോ. പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എത്ര പ്രിൻറ്റ് ചെയ്തു? 1 പ്രിൻറ്റ് ചെയ്തു. 1 ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ 1 ആയിരുന്നു. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 എന്ന് നോക്കി, പ്രിൻ്റ് ആയി. 1 പ്രിൻറ്റ് ചെയ്തു. അടുത്ത് എന്താണ്? ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഐയുടെ വാല്യൂ ഇവിടെ എത്തിയപ്പോൾ എത്രയായി? 2 ആയി. ഞാൻ എന്താ പറഞ്ഞു തന്നത്? ഇവിടെ വന്നിട്ട് ലൂപ്പിൽ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് നേരെ എവിടെ പോവും? കണ്ടീഷനിലോട്ട് വരും. കണ്ടീഷനിൽ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കി, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000. കണ്ടീഷൻ ട്രൂ ആണല്ലോ? ആണ്. ഐ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ 2 പ്രിൻറ്റ് ചെയ്യും. വീണ്ടും ഐയുടെ വാല്യൂ 2 ആയിരുന്നു അല്ലേ? ഐയുടെ വാല്യൂ 2 പ്ലസ് 1. 2 പ്ലസ് 1 എത്രയായി? 3 ആയി അല്ലേ? ഇവിടെ നേരെ എവിടെ പോവും? കണ്ടീഷൻ നോക്കും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000. കണ്ടീഷൻ ട്രൂ ആണല്ലോ? അപ്പോൾ എന്ത് ചെയ്തു? 3 പ്രിൻറ്റ് ചെയ്തു. അടുത്തും ഐയുടെ വാല്യൂ തൊട്ട് മുന്നേ 3 ആയിരുന്നു. പ്ലസ് 1 അല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഐ ഈസ് ഈക്വൽ ടു 3 പ്ലസ് 1. ഐയുടെ വാല്യൂ 4 ആയി. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000. കണ്ടീഷൻ ട്രൂ ആണല്ലോ? ദെൻ 4 പ്രിൻറ്റ് ചെയ്യും. അടുത്ത് വീണ്ടും വരും. ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 4 പ്ലസ് 1. ഐയുടെ വാല്യൂ 5 ആയി. 5 ആയിട്ട് എവിടെ മൂവ് ചെയ്യും? നേരെ കണ്ടീഷൻ ഇവിടെ നിന്ന് കിട്ടിയിട്ട് നേരെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് കണ്ടീഷനിലോട്ട് മൂവ് ചെയ്യും അല്ലേ? 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000. ഇത് ഏതുവരെ പോവും? 5 പ്രിൻറ്റ് ചെയ്യും. ഇത് ഏതുവരെ പോവും? 1000 വന്നെന്ന് വിചാരിക്കുക. 1000 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 എന്നിട്ട് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ 1000 ഇവിടെ പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് എന്താ? 1000 ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1. അപ്പോൾ 1000 പ്ലസ് 1. 1000 പ്ലസ് 1 എത്ര കിട്ടി? 1001 കിട്ടി അല്ലേ? എന്നിട്ട് കണ്ടീഷൻ നോക്കും. 1001 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 ആണോ നോക്കി. 1001 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000. കണ്ടീഷൻ ട്രൂ ആണോ? അപ്പോൾ അല്ല, കണ്ടീഷൻ തെറ്റാണ്. തെറ്റാണല്ലോ. 1000 കഴിഞ്ഞു. 1000 വരെയല്ലേ പറഞ്ഞിരിക്കുന്നത്. 1000 എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് 1001 ആയി. 1001 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 എന്നാണ് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയി. ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും. ലൂപ്പ് എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും, പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. ക്ലിയർ ആയോ? ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, അല്ല നിങ്ങൾക്കത് പഠിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ വർക്കിംഗ്, ഈ ലൂപ്പിൻ്റെ ഈ വർക്കിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു ഐഡിയ കിട്ടുള്ളൂ, എങ്ങനെയാണ് ഇത് ലൂപ്പ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. മനസ്സിലായല്ലോ? ഒന്നുകൂടെ ഞാൻ പറയാമേ. ഇതിൻ്റെ എന്താണ്? ഇനിഷ്യലൈസേഷൻ കൊടുത്തു, കണ്ടീഷൻ കൊടുത്തു, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനാണ് ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ടെർമിനേറ്റ് ചെയ്യും. ഇനി ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയുകയാണ്. എനിക്ക് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്, ഈവൻ നമ്പേഴ്സ് അപ് ടു എത്ര വരെ പറയാം? 2000 വരെ, 20,000 വരെ. 2000 വരെ 20,000. ഈവൻ നമ്പേഴ്സ് 2 to 20,000 എന്ന് വിചാരിക്കുക. ഈവൻ നമ്പേഴ്സ് 2 തൊട്ട് തുടങ്ങി. എങ്ങനെ എഴുതാം? എങ്ങനെയാണ് ബിഗിൻ ചെയ്യേണ്ടത്? ഐയുടെ വാല്യൂ എത്രയായിരിക്കും വരേണ്ടത്? 2 to 20,000 എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കണം ഐയുടെ ബിഗിൻ ചെയ്യേണ്ടത്? 2 അല്ലേ? ഈവൻ നമ്പേഴ്സ് 2 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 2 കൊടുക്കുക. കണ്ടീഷന് നിങ്ങൾക്ക് എന്ത് എഴുതാം? കണ്ടീഷൻ പറഞ്ഞേ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏതുവരെ എനിക്ക് വേണം? 20,000 വരെ. കണ്ടീഷൻ എഴുതി. എന്നിട്ട് ഞാൻ എനിക്ക് എന്ത് എഴുതാം? സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. ഇത് റെപ്പറ്റീഷൻ ടാസ്ക് എങ്ങനെ വരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പ്രിൻ്റ് ആയി കൊടുത്തു. ഇനി ഐയുടെ വാല്യൂ എത്ര വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണം? 2 കഴിഞ്ഞിട്ട് എനിക്ക് 3 അല്ല വരേണ്ട, 4 ആണ് വരേണ്ടത് അല്ലേ? അപ്പോൾ ഐയുടെ വാല്യൂ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 2 കൊടുക്കുക. ഇത്രയും മാത്രം മതി. നിങ്ങളിതിൻ്റെ സ്റ്റെപ്പ് എഴുതി നോക്കുക. ഇനി നമുക്ക് ഇപ്പം നമ്മൾ പ്രിൻറ്റ് ചെയ്യിച്ചതാ. ഇവിടെ ഒരു കാൽക്കുലേഷൻ എഴുതിയിട്ട് ആ കാൽക്കുലേഷനൊക്കെ നമുക്ക് നമ്പർ ഓഫ് ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പ്രോഗ്രാമായിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് മാത്രം മനസ്സിലാക്കുക. ഈ ഒരു എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുക. വൈൽ ലൂപ്പ് എന്താണെന്ന് എഴുതുക, സിൻടാക്സ് എഴുതുക, പിന്നെ എക്സാമ്പിളും കൂടി. അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പും നമുക്ക് എന്താണ്, സെയിം ആയിട്ട് വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വൈൽ ലൂപ്പ് എഴുതുന്ന സമയത്ത്
നമുക്ക് ആ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത സിറ്റുവേഷനിൽ നമുക്ക് വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. ഇനി ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇപ്പം എന്താണ്, നമുക്കിപ്പോൾ 1000 വരെയാണ് ഞാൻ പറഞ്ഞാൽ ആ പ്രോഗ്രാമിൽ, അപ്പോൾ ആ സ്റ്റെപ്പ് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ആ സമയത്ത് നമുക്ക് ഫോർ ലൂപ്പ്, ഏത് ലൂപ്പ് വേണമെങ്കിലും എഴുതാം. നമുക്ക് ഓരോന്നും ഓരോ പ്രോഗ്രാം കിട്ടുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കുക, ഏത് ലൂപ്പാണ് കൺവീനിയൻ്റ് എന്ന് മനസ്സിലാക്കി ചെയ്യുക. ഫോർ ലൂപ്പും അതുപോലെ റെപ്പറ്റീഷൻ ഓഫ് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്ന സമയത്താണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സിൻടാക്സ് പഠിക്കുമ്പോൾ രണ്ടും കൂടെ പഠിക്കുക. ഒന്നാമത്തത് നമ്മൾ വൈൽഡ് സിൻടാക്സ് പഠിച്ചിട്ട് അത് ഓർമ്മയുണ്ടല്ലോ, അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഫോർ ലൂപ്പിനകത്ത് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഐ എന്ന് പറഞ്ഞില്ലേ, അതാണ് ആ വേരിയബിൾ. ഫോർ വേരിയബിൾ ഇന്നെന്നുള്ള കീവേഡ് ഇന്നെന്ന് കൊടുക്കുക. ഇവിടെ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഒന്നിൽ ലിസ്റ്റ് എഴുതാം. ലിസ്റ്റ് എന്താണെന്ന് നമുക്ക് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഒരു സ്ട്രിങ് കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ വാല്യൂസ് ടപ്പിളോ അങ്ങനെ ആ ഒരു സീക്വൻസ് ഓഫ് റേഞ്ച് ഓഫ് വാല്യൂസ് ആയിരിക്കണം ഞാനിവിടെ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാണ്, L is equal to 10, 20, 30, 40 ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഈ വാല്യൂസ് എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതാം, ഫോർ I in L ഇങ്ങനെ കൊടുത്തിട്ട് പ്രിൻറ്റ് ഐ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പിനകത്ത് ഈ ഒരു യൂസ് ഉണ്ട്. എന്താണ്, ഇതുപോലെ നമുക്ക് ഒരു സീക്വൻസ് വാല്യൂസ് കൊടുത്തിട്ട് അതിലെ വാല്യൂസ് എനിക്ക് പ്രിൻറ്റ് ചെയ്യിക്കാം. ഓരോ പ്രാവശ്യം എനിക്ക് കിട്ടും, ഓരോന്നായിട്ട് എനിക്ക് കിട്ടും. നമുക്ക് അടുത്ത സ്ലൈഡിലെ എക്സാമ്പിൾ നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സിൻടാക്സ് പഠിക്കുക. മനസ്സിലായാലോ? ഈ സിൻടാക്സ് പഠിക്കണം. എന്താണ്, ഫോർ വേരിയബിൾ ഇൻ സീക്വൻസ് എന്ന് കൊടുത്തിട്ട് ബ്ലോക്ക് ഓഫ് കോഡ് കൊടുക്കുക. ഒരെണ്ണം കൂടെ ഉണ്ട്, റേഞ്ച് ഫംഗ്ഷനും കൂടെ യൂസ് ചെയ്ത് നമുക്ക് ഫോർ ലൂപ്പ് ചെയ്യാം. ഫോർ വേരിയബിൾ ഇൻ സീക്വൻസിൻ്റെ സ്ഥാനത്ത് നമ്മൾ റേഞ്ച് ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ലൈസിങ്ങിൽ ഞാനിത് പറഞ്ഞിരുന്നു. ഇപ്പോൾ റേഞ്ച് ഓഫ് 6 എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, 0 to 6 ആയിരിക്കും. 0 മുതൽ 6 വരെ പ്രിൻറ്റ് ചെയ്യുക. സ്റ്റാർട്ടും സ്റ്റോപ്പ് സ്റ്റെപ്പ് ഇതുണ്ട്. ഇവിടെ എന്താണ്, സ്റ്റോപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 6 ഒരു വാല്യൂസ് മാത്രമാണെങ്കിൽ അതെന്താണ്, സ്റ്റോപ്പാണ്. ഇനി ഞാനിപ്പോൾ കൊടുക്കുന്നത് റേഞ്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് 4,10 അപ്പോൾ എന്തൊക്കെ വന്നു, സ്റ്റാർട്ടും 2 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടും സ്റ്റോപ്പും ആയി. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, 4ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഏതുവരെ പോവും, നമുക്ക് റേഞ്ച് ഇപ്പോൾ ഞാൻ 10 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നു ഏതുവരെയാണ്. ഇവിടെ അതുപോലെ തന്നെ 6 എന്ന് പറയുമ്പോൾ 0 to 5 ആണ് കേട്ടോ. അത് ഞാൻ എക്സാമ്പിളിൽ പറഞ്ഞുതരാം. ഇവിടെ 4 to 10, അപ്പോൾ 4 to 9 വരെ അതും നമുക്ക് നോക്കാം. അടുത്തത് റേഞ്ച് ഞാൻ കൊടുത്തത് 10, 100, 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇവിടെ സ്റ്റാർട്ട് ചെയ്യണ ഏതാണ്, 10. സ്റ്റോപ്പ് ചെയ്യണ എവിടെയാണ്, 100ൽ പോയി സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് 2 വച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? നമുക്കിനി പ്രോഗ്രാമിലോട്ട് നോക്കിയിട്ട് അത് പറയാമേ. ആദ്യത്തെ നമുക്ക് നോക്കാം. ഞാൻ എന്താണ്, 4i in റേഞ്ച് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. റേഞ്ച് 6. അപ്പോൾ കണ്ടോ, 0 to 5. ഔട്ട്പുട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? നമ്മൾ സ്ലൈസിങ്ങിൽ ഞാൻ n-1 എടുക്കുകയുള്ളൂ എന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ 4i in റേഞ്ച് 6 എന്ന് പറയുമ്പോൾ 0 മുതൽ ഇതുവരെ 5 വരെ. അപ്പോൾ 0 തൊട്ട് തുടങ്ങും, സ്റ്റോപ്പ് ചെയ്യുന്നത് 5 ആയിരിക്കും. അടുത്ത ഇതിനകത്ത് 2 ഉണ്ടെങ്കിൽ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു, സ്റ്റാർട്ടും സ്റ്റോപ്പും ആണ്. അപ്പോൾ 1 തൊട്ട് തുടങ്ങി 5 വരെ. ക്ലിയർ ആയല്ലോ? അടുത്ത് സ്റ്റാർട്ടുണ്ട്, 3 വാല്യൂസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട്, സ്റ്റാർട്ടുണ്ട്, സ്റ്റോപ്പുണ്ട്, സ്റ്റെപ്പുണ്ട്. ക്ലിയർ ആയല്ലോ? സ്റ്റാർട്ട് എത്ര വെച്ചിട്ട് തുടങ്ങണം, 1. സ്റ്റെപ്പ് 2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1, 2, 3 2 കഴിഞ്ഞിട്ടുള്ള വാല്യൂസാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ 3 എടുക്കണം. എന്ന് വെച്ചാൽ +2 അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്തത് പ്രിൻറ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് ഫോർ ലൂപ്പ് വെച്ചിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് രണ്ട് പ്രോഗ്രാംസും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കറക്റ്റായിട്ട് സ്റ്റെപ്പ് അറിയാമെന്നുള്ള കേസിലാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഇപ്പം നമ്മളടുത്തൊരു പ്രോഗ്രാം പറയണം. എന്താണ്, പ്രിൻറ്റ് നാച്ചുറൽ നമ്പേഴ്സ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിനകത്തുള്ള പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നെങ്കിൽ ഇത് വേണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ പ്രോഗ്രാംസിലോട്ട് നിങ്ങൾക്ക് അത് മാറ്റി ചെയ്യാൻ പറ്റും. നാച്ചുറൽ നമ്പേഴ്സ് ഏതുവരെയാണ്, അപ് ടു n എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിക്കുക. ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് n ആണ്. അപ്പോൾ ഞാൻ പ്രോഗ്രാമായിട്ട് പറയണേ, n ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ നമ്പർ അല്ലെങ്കിൽ ലിമിറ്റ് എന്നോ എന്തെങ്കിലും കൊടുക്കുക. കാരണം എന്നിൻ്റെ വാല്യൂ കൊടുക്കേണ്ടത് ആരാണ്, നമ്മളാണ് അല്ലേ? കാരണം 1000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കണ്ടീഷനിൽ 1000 എന്ന് പറഞ്ഞാൽ, മറ്റത് അങ്ങനെയല്ല. ആ n റൺ ടൈമിൽ യൂസർ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റർ ദ ലിമിറ്റ് എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത എന്താണ്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാം 1 മുതൽ
എത്രയാണ് ഞാൻ കൊടുക്കുന്നത് അതുവരെ n വരെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കൊടുക്കുക, ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ വൈൽ ലൂപ്പ് എഴുതിയപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ 1 എന്നൊക്കെ പറഞ്ഞ് എഴുതി. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഫോർ പ്രോഗ്രാമായിട്ട് നിങ്ങൾ പറയണം, ഫോർ ഐ ഇൻ റേഞ്ച് വേണമല്ലോ, റേഞ്ച് എനിക്ക് ഏത് വരെയാണ് വേണ്ടത്, n വരെയാണ് വേണ്ടത്. ഞാൻ കൊടുക്കുന്ന ഏതാണോ അതുവരെ വരണം. അപ്പോൾ ഞാനിവിടെ n എന്ന് എഴുതി, കോളൻ യൂസ് ചെയ്തു, ഇൻഡൻറ്റേഷൻ സ്പേസ് ഉണ്ട്, പ്രിൻറ്റ് ഐ. ഇത്രയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. വൈൽ ലൂപ്പ് എഴുതിയത് ഓർക്കുക. ഇപ്പം ഞാൻ ഇതിനകത്ത് ഫോർ ലൂപ്പ് വെച്ചിട്ട് ഈ പ്രോഗ്രാം പറഞ്ഞത്. ഞാൻ ഇനിഷ്യലൈസേഷൻ പറഞ്ഞില്ല, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഒന്നും പറഞ്ഞിട്ടില്ല. ഫോർ ഐ ഇൻ റേഞ്ച്, പക്ഷേ ഇതിനകത്ത് എല്ലാം അത് വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഡീഫോൾട്ടായിട്ട് ലൂപ്പ് ബിഗിൻ ചെയ്യുന്നത് എത്ര തൊട്ടായിരിക്കും, 0 തൊട്ട് ബിഗിൻ ചെയ്യും. മനസ്സിലായല്ലോ, എത്ര തൊട്ട് ബിഗിൻ ചെയ്യും, 0 തൊട്ട് ബിഗിൻ ചെയ്യും. ഈ പ്രോഗ്രാം എടുത്തൊന്ന് റൺ ചെയ്ത് നോക്കുക കമ്പൈലറിലിട്ട്, അപ്പോഴും നിങ്ങൾക്ക് ഔട്ട്പുട്ട് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാവും കേട്ടോ. എന്താ ഞാൻ എഴുതിയ, ഫോർ ഐ ഇൻ റേഞ്ച് n ആണ് ഇവിടെ കൊടുത്തത്. ഞാൻ എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് 1 to n ആണ്. അപ്പോൾ ബിഗിൻ ചെയ്യുന്നത് എന്താണ്, 0 തൊട്ടായിരിക്കും. ഞാൻ ഇവിടെ എന്നിൻ്റെ വാല്യൂ സിസ്റ്റം എൻ്റർ ദ ലിമിറ്റ് എന്ന് കമ്പ്യൂട്ടറിൽ ഒരു മെസ്സേജ് വന്നു. അപ്പം ഞാൻ കൊടുത്തത് 100 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ 100 ആണ്. മനസ്സിലായാലോ, ഇത് സിസ്റ്റം ചോദിക്കും. അപ്പം ഞാൻ എൻ്റർ ചെയ്യുന്ന വാല്യൂ എന്നിന് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ 0, 1, അങ്ങനെ 2, 3, 4, 5 അപ് ടു ഏത് വരെ വരുമായിരിക്കും, 100 അല്ലേ വന്നത്, 99 വരെ റിസൾട്ട് വരും. എനിക്ക് 1 എന്ന് തുടങ്ങി 1 to 100 വരെയാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ഇങ്ങനെയാണ് ഒരു ഔട്ട്പുട്ട് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെയൊക്കെ മാറ്റി കൊടുക്കാം. അതുപോലെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഇതിൽ ഇൻക്രിമെൻറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ, ഡീഫോൾട്ടായിട്ട് 1 വെച്ചിട്ടായിരിക്കും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. എത്ര വെച്ചിട്ടാണ് നമ്മളത് പറയണ്ട, ഫോർ ലൂപ്പിൽ എഴുതി കഴിയുമ്പോൾ ഇൻക്രിമെൻറ്റ് 1 വെച്ചിട്ടങ്ങ് പോവും. 1-ൽ കൂടുതലായിട്ട് എനിക്ക് 5 വെച്ചിട്ടാണ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഞാനിവിടെ സ്റ്റെപ്പിൽ 5 എന്നോ 6 എന്നോ ഒക്കെ കൊടുക്കേണ്ടി വരും. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. മനസ്സിലായോ? അടുത്ത് നമുക്ക് നോക്കാമേ. ഈ പ്രോഗ്രാമിൽ ഞാൻ മാറ്റുകയാണ്, ഫോർ ഐ ഇൻ റേഞ്ച് എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 99 അല്ല 100 വേണം. സോ n+1 എന്നങ്ങ് കൊടുക്കുക. മനസ്സിലായാലോ, 99+1 കോളൻ യൂസ് ചെയ്യുക, പ്രിൻറ്റ് ഐ. അടുത്തത് ഈവൻ നമ്പേഴ്സാണ്. ഈവൻ നമ്പേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ് ടു ഏത് വരെയാണ്, n വരെ തന്നെ കൊടുക്കുക. അപ്പം ഞാൻ എന്നിൻ്റെ വാല്യൂ അത് എഴുതുക, ഇൻ്റെ ഇൻപുട്ട് അങ്ങനെ കൊടുക്കുക, ലിമിറ്റ് കൊടുക്കുക. അടുത്ത് എന്ത് എഴുതുക, ഫോർ ഐ ഇൻ റേഞ്ച് ഏതൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, 2, ഇപ്പം ഞാൻ കൊടുക്കുന്നത് ഏതാണോ അതിൻ്റെ പ്ലസ് അതുവരെ കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ എന്നാണ് കൊടുക്കുന്നത്, എന്ന് പറഞ്ഞാൽ ഞാൻ 100 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 100. അപ്പം ഞാൻ 101 അങ്ങനെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനിപ്പോൾ n തന്നെ കൊടുക്കുക. കാരണം 98, 100 അങ്ങനെ നമുക്ക് തെറ്റിപ്പോവും. അവിടെ n തന്നെ കൊടുക്കുക, ഇവിടെ എന്ത് കൊടുക്കുക, 2 കൊടുക്കുക. എന്തിനാണ് 2 കൊടുത്തത്, 1 വെച്ചിട്ടല്ല ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്, 2 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. പ്രിൻറ്റ് ഐ. പ്രോഗ്രാമിൽ റൺ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഫോർ ലൂപ്പ്. നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. GDP റേറ്റ് ഒരു ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഫോർ റേറ്റ് എന്നുള്ള ഐക്ക് പകരം ഒരു വേരിയബിൾ റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. റേറ്റിൻ GDP ഗ്രോത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര പ്രാവശ്യം ഈ സീക്വൻസ് കംപ്ലീറ്റ് ആവുന്നത് വരെ പ്രിൻറ്റ് ചെയ്തു. കണ്ടോ, GDP 1 ആ വാല്യൂസ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് എന്താണ് ഒരു സ്ട്രിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. കൺട്രി ഈക്വൽ ടു ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനൊരു സ്ട്രിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഓരോ പ്രാവശ്യം INDIA ഓരോന്നും പ്രിൻറ്റ് ചെയ്യും. അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, റേഞ്ച് വെച്ചിട്ടാണ് 2015 മുതൽ 2021 വരെ. കണ്ടോ, ഇയർ എന്ന് കൊടുത്തിട്ട് 15 വന്നു, 16, 17, 18, 19, 20 വരെ. 20 ഇവിടെ എത്രയും പറഞ്ഞിരിക്കുന്നത് 2021 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ സ്റ്റോപ്പ് എങ്ങനെയാണ് വരുന്നത്, n-1 20 വരെ വന്നേ. അടുത്ത് നമുക്ക് നോക്കാം സ്റ്റെപ്പ് 2 വെച്ചിട്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, 2010 മുതൽ 12, 14, 16, 18, 20, 20. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളാണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ലാസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമ്മൾ ഏതൊക്കെ പഠിച്ചു, സീക്വൻസ് പഠിച്ചല്ലേ, ഡിസിഷൻ പഠിച്ചു, ലൂപ്പിംഗ് പഠിച്ചു, ഇനി ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിനാണ് ഞാൻ പറഞ്ഞു തന്നു. പിന്നെ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ലൈന് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഇഗ്നോർ ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവുക, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ചേഞ്ച് ദ നോർമൽ ഫ്ലോ ഓഫ് എ പ്രോഗ്രാം
പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോയെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഈ സിറ്റുവേഷനിലാണ് നമ്മൾ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് 3 ജംപ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പഠിക്കണം. ബ്രേക്ക്, കണ്ടിന്യൂ, പാസ്. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്? 3 ജംപ് സ്റ്റേറ്റ്മെൻറ്റ്: ബ്രേക്ക്, കണ്ടിന്യൂ, പാസ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എക്സിറ്റ് ദ ലൂപ്പ്. നമുക്ക് ആ എക്സാമ്പിൾ പഠിച്ചിട്ട് നമുക്ക് അതിലോട്ട് നോക്കാമേ, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. എക്സാമ്പിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫോർ ഐ ഇൻ റേഞ്ച് 1,6 കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോർ ലൂപ്പാണ് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 1,6 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ലൂപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ലൂപ്പിൻ്റെ വാല്യൂ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, 2 വരണം, 3 വരണം, 4 വരണം, 5 വരെ ഔട്ട്പുട്ട്. നോർമൽ ഫ്ലോയിൽ ഔട്ട്പുട്ട് ഇതാണ് വരേണ്ടത്. ഇനി ഒരു കാര്യം, ബ്രേക്കിൻ്റെ സിൻറ്റാക്സ് എഴുതുന്ന സമയത്ത് ബ്രേക്ക് എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇതാണ് ബ്രേക്കിൻ്റെ സിൻറ്റാക്സ് കേട്ടോ. സിൻറ്റാക്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് മാത്രം എഴുതിയാൽ മതി? സിൻറ്റാക്സ് എന്ന് പറയുന്നത് ബ്രേക്ക് ഇങ്ങനെ മാത്രം എഴുതി കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ സിൻറ്റാക്സ്. ഓക്കെ. ഇനി ഞാനിവിടെ ഒരു കണ്ടീഷൻ എഴുതി. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായാലും ഔട്ട്പുട്ട് എങ്ങനെയാണ് വരേണ്ടിയിരുന്നത്? 1 2 3 4 5 വരെ വരണം. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ലൂപ്പിൻ്റെ അകത്ത് ഇൻഡൻറ്റേഷൻ സ്പേസ് കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇഫ് ഐ = 3 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ്, 1 ആകുമ്പോൾ ഓക്കെ, പ്രശ്നമില്ല. 2 ആകുമ്പോൾ ഓക്കെ, വർക്ക് ചെയ്യും. 3 ആയി. അപ്പോൾ 3 ആയി എന്ന് വിചാരിക്കുക. 3 = 3. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ബ്രേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബ്രേക്ക് കാണുന്ന സമയത്ത് കണ്ടീഷൻ ട്രൂ ആയി ബ്രേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ടെർമിനേറ്റ് ദ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും. പിന്നെ ലൂപ്പ് വർക്ക് ചെയ്യൂല. ഇവിടെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്താണ് ബ്രേക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. ഇഫ് ദ കണ്ടീഷൻ ഈസ് എ ട്രൂ, എക്സിറ്റ്. നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ദ ലൂപ്പ് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത ലൂപ്പ്. ഔട്ട്പുട്ട് വന്നിരിക്കുന്ന എന്താ വന്നിരിക്കുന്നത്? 1 പ്രിൻറ്റ് ചെയ്തു, 2 പ്രിൻറ്റ് ചെയ്തു അല്ലേ. വെൻ ഐ ബിക്കംസ് 3, ഐ 3 ആവുന്ന സമയത്ത് ലൂപ്പ് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. അടുത്തത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാമേ. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എക്സാമ്പിൾ നോക്കിയിട്ട് നോക്കാം. ഫോർ ഐ ഇൻ റേഞ്ച് 1,6. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരേണ്ടത്? 1,6 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ 1 വരണം, 2 വരണം, 3 വരണം, 4 വരണം, 5 വരെ വരണം. ഇവിടെ എന്ത് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്? ഐ = 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ സിൻറ്റാക്സും കൂടി നമുക്ക് നോക്കാമേ. സിൻറ്റാക്സ് ഞാൻ ബ്രേക്കിൻ്റെ എന്ത് പറഞ്ഞു? ബ്രേക്ക് എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇവിടെ അതുപോലെ തന്നെ സിൻറ്റാക്സ് എന്താണ്? കണ്ടിന്യൂ എന്ന് കൊടുക്കുക. സോ ഐ = 3 ആകുമ്പോൾ കണ്ടിന്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർക്കിംഗ് നമുക്ക് നോക്കാമേ. ആദ്യം എന്ത് പ്രിൻറ്റ് ചെയ്തു? ഐയുടെ വാല്യൂ ഇവിടെ ഐ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ 1 പ്രിൻറ്റ് ചെയ്തു, 2 പ്രിൻറ്റ് ചെയ്തു. ഐ = 3 എന്ന് പറയുമ്പോൾ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിൻറ്റിലോട്ട് പോകണ്ട, കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. സോ 3 എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യൂല. 3 നമുക്ക് എന്ത് ചെയ്യൂല? പ്രിൻറ്റ് ചെയ്യൂല. ദെൻ ഐ = എന്താണ്? 3 കഴിഞ്ഞിട്ട് നേരെ വരുന്ന സമയത്ത് 4 ആയെന്ന് വിചാരിക്കും. 4 = 3 അല്ലല്ലോ. സോ 4 കിട്ടും, ദെൻ 5 കിട്ടും. 3 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും, ഇഗ്നോർ ചെയ്യും. ചിലപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാമേ. നമ്മൾ എന്താണ്, ഒരു ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇൻവാലിഡ് ആയിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് കസ്റ്റമർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫോമും ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇഗ്നോർ ചെയ്യാൻ പറയാം അല്ലേ. അപ്പോൾ ആ വരുന്ന ആ ഡോക്യുമെൻറ്റ് ഇഗ്നോർ ചെയ്തിട്ട് നെക്സ്റ്റിലോട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം കൂടെ ഉണ്ട് ഇതിനകത്ത്, ജംപ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരെണ്ണം കൂടെ ഉണ്ട്, പാസ് എന്നുള്ളത്. പാസ് സ്റ്റേറ്റ്മെൻറ്റ് ഇതെന്ന് പറയുന്നത് വേറെ അവിടെ ഒരു ആക്ഷനും പെർഫോം ചെയ്യേണ്ട. എന്താണ് അതൊന്ന് സ്കിപ്പ് ചെയ്തത്? നത്തിങ് എക്സിക്യൂട്ടഡ് എന്നാണ്. ഇവിടുത്തെ പ്രോഗ്രാം നോക്കാമേ. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫോർ ഐ ഇൻ റേഞ്ച് 1,4. അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യണം? 1 വരണം, 2 വരണം, 3 വരണം. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് നോർമലിൽ വരേണ്ടത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇഫ് ഐ = 2 ആകുമ്പോൾ പാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ 2 ആകുമ്പോൾ നത്തിങ് എക്സിക്യൂട്ടഡ്. സോ അപ്പോൾ 1 വന്നു, 2 വരുമ്പോൾ പാസ് പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ ഒന്നും പ്രിൻറ്റ് ചെയ്യില്ല. അടുത്ത് എന്ത് പ്രിൻറ്റ് ചെയ്യും? 2 ആവുന്ന സമയത്ത് പാസ് ചെയ്തു, അതിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 2 ആവുമ്പോൾ പാസ് ചെയ്യുക, അല്ലാത്ത കേസിൽ നമ്മൾ ഐ പ്രിൻറ്റ് ചെയ്യിക്കുക. അപ്പോൾ 1 വരും, 3യും ഔട്ട്പുട്ടായിട്ട് വരും. മനസ്സിലായല്ലോ? അപ്പോൾ ജംപ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ബ്രേക്ക് പഠിച്ചു, കണ്ടിന്യൂ പഠിച്ചു, പാസ് പഠിച്ചു അല്ലേ.
മോഡ്യൂൾസ് ഇൻ പൈത്തൺ നമുക്ക് അടുത്ത് പഠിക്കേണ്ടതാണ്. മോഡ്യൂൾസും പാക്കേജസും കൂടെ ആകുമ്പോൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവും കേട്ടോ. ഈ മോഡ്യൂൾസും പാക്കേജസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമുക്കൊരു വലിയൊരു ഒരു ടോപ്പിക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ചെറുതായിട്ട് സിമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അധികം പ്രോഗ്രാമായിട്ട് എഴുതാൻ അങ്ങനെയൊന്നുമില്ല. സിമ്പിൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു പ്രോഗ്രാം പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ മോഡ്യൂൾസ് എന്താണ്, ആ പേര് കേൾക്കുമ്പോൾ അതെന്താണെന്നും അത് യൂസ് ചെയ്യാനൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ SLM അതിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മോഡ്യൂൾസ് എന്താണെന്ന് നോക്കാം. ഞാനൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ലൈബ്രറി പോയിട്ട് ഒരു ബുക്ക് എടുക്കുന്നെന്ന് വിചാരിക്കാം. ഇപ്പോൾ എനിക്ക് മാത്സിൻ്റെ ഫോർമുലയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷനോ കമ്പ്യൂട്ടറിൻ്റെ എന്തെങ്കിലും ഒരു ഡൗട്ടോ വരുന്ന സമയത്ത് ഞാനൊരു ബുക്ക് എടുക്കും അല്ലേ. ലൈബ്രറിയിൽ ചെന്നിട്ട് ഒരു ബുക്ക് എടുക്കും. ആ ഒരു ബുക്കിനെയാണ് മോഡ്യൂൾ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നതാണ്. ഇതിനകത്ത് അവർ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. എ മോഡ്യൂൾ ഈസ് എ സെപ്പറേറ്റ് ഫയൽ ദാറ്റ് കണ്ടെയ്ൻ റിലേറ്റഡ് ഫോർമുല ഓർ കാൽക്കുലേഷൻ വിച്ച് വി ക്യാൻ യൂസ് വെന്നെവർ നീഡഡ്. നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് നമ്മൾ ആ ഫയലിനെ കോൾ ചെയ്യും. അതിനെയാണ് നമ്മൾ മോഡ്യൂൾസ് എന്ന് പറയുന്നത്. ആ പേര് ശ്രദ്ധിച്ചോളണം, മോഡ്യൂൾ. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷനുണ്ട്. ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എല്ലാ പ്രോഗ്രാമിലും അത് വേണ്ട. ചില ആപ്ലിക്കേഷന് വേണ്ടി മാത്രം എനിക്കത് കോൾ ചെയ്താൽ മതി. അപ്പോൾ എല്ലാ പ്രോഗ്രാമിലും ഞാൻ അതിന് എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എപ്പോഴാണോ എനിക്ക് ആ പർട്ടിക്കുലർ ഫയൽ ആവശ്യം വരുന്നത് ആ സമയത്ത് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൈത്തനകത്ത് ഒരു ഫയൽ എഴുതി സേവ് ചെയ്ത് വെക്കുന്നു. അതിനെയാണ് മോഡ്യൂൾസ് എന്ന് പറയുന്നത്. ഒരു PY ഫയലാണെന്ന് ഓർക്കുക. പക്ഷേ ആ PY ഫയൽ എൻ്റെ പ്രോഗ്രാമിലോട്ട് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിന് നമ്മൾ കോൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതി വെക്കുന്ന സെറ്റ് ഓഫ് കോഡിനെയാണ് മോഡ്യൂൾസ് എന്ന് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് അറിയണം എന്താണ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ. മോഡ്യൂൾ ഈസ് എ സെപ്പറേറ്റ് ഫയൽ, സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഫയൽ. ആ ഫയലിനകത്ത് എന്തായിരിക്കും, കാൽക്കുലേഷൻസ് ആയിരിക്കും. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഫയൽ ഞാൻ കോൾ ചെയ്യുന്നു. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് മോഡ്യൂൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? ബിൽറ്റ് ഇൻ മോഡ്യൂളും യൂസർ ഡിഫൈൻഡ് മോഡ്യൂളും. ബിൽറ്റ് ഇൻ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ പൈത്തൺ ഡെവലപ്പ് ചെയ്ത സമയത്ത് ഓൾറെഡി അതിനകത്ത് കുറേ കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ബിൽറ്റ് ഇൻ മോഡ്യൂൾ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എനിക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിനെ യൂസർ ഡിഫൈൻഡ് മോഡ്യൂൾ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുന്നത് എന്തായിരിക്കും അതിൻ്റെ യൂസ്? നമുക്കത് വീണ്ടും എവിടെ വേണോ പ്രോഗ്രാം അവിടെയൊക്കെ എനിക്ക് ആ ഫയലിനെ കോൾ ചെയ്താൽ മതി അല്ലേ. അതുപോലെ കോംപ്ലക്സിറ്റി എൻ്റെ പ്രോഗ്രാമിരുന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ കോംപ്ലക്സ് കോഡ് എല്ലാം കൂടെ എടുത്ത് ഒരു ഫയലിൽ വയ്ക്കുന്നതിനേക്കാളും ആവശ്യമുള്ളപ്പോൾ ഞാൻ അതിനെ കോൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈസി ടു യൂസാണ്. നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്താൽ മതി. മനസ്സിലായോ? അതിനെയാണ് മോഡ്യൂൾ എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് കോഡ് ഉണ്ട്. വെന്നെവർ യൂസർ നീഡഡ് ദാറ്റ് ഫയൽ കോൾ ദ ഫയൽ ടു ദിസ് പർട്ടിക്കുലർ പ്രോഗ്രാം. ഈ പർട്ടിക്കുലർ പ്രോഗ്രാമിലോട്ട് ഫയലിന് കോൾ ചെയ്യുന്നു. അതാണ് മോഡ്യൂൾസ് എന്ന് പറയുന്നത്. മോഡ്യൂൾസിൽ ആദ്യമായിട്ട് പഠിക്കേണ്ടതാണ് ബിൽറ്റ് ഇൻ മോഡ്യൂൾ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് മോഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു, ബിൽറ്റ് ഇൻ മോഡ്യൂളും യൂസർ ഡിഫൈൻഡ് മോഡ്യൂളും. ബിൽറ്റ് ഇൻ മോഡ്യൂൾ എന്താണ്? ഓൾറെഡി ആ പൈത്തണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മോഡ്യൂൾസിനെയാണ് നമ്മൾ ബിൽറ്റ് ഇൻ മോഡ്യൂൾ എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും യൂസ് വരുന്ന സമയത്ത് നമ്മളത് നമ്മുടെ പ്രോഗ്രാമിലോട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാം ആയിരിക്കും. PY ഫയലാണത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം രണ്ട് മോഡ്യൂളിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ ഉള്ളത്. മാത്ത് മോഡ്യൂളും റാൻഡം മോഡ്യൂളും. ബിൽറ്റ് ഇൻ മോഡ്യൂളിനകത്ത് ഒരുപാട് മോഡ്യൂൾസ് ഉണ്ട്. അതിൽ രണ്ടെണ്ണമാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? മാത്ത് മോഡ്യൂളും റാൻഡം മോഡ്യൂള്. നിങ്ങളുടെ ബുക്കിനകത്ത് ഈ മാത്ത് മോഡ്യൂളിൻ്റെ കുറേ ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി അത് നിങ്ങൾ പഠിക്കണം. ഞാനിവിടെ കുറച്ച് ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അവിടെ പിന്നെ എങ്ങനെ അതിൻ്റെ സോഴ്സ് കോഡ് എങ്ങനെയാണ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ബിൽറ്റ് ഇൻ മോഡ്യൂൾ ആദ്യത്തത് മാത്ത് മോഡ്യൂളെ അതെങ്ങനെ നമുക്ക് കൊണ്ടുവരുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. ഇമ്പോർട്ട് മാത്ത്. ഇമ്പോർട്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. ഇമ്പോർട്ട് മാത്ത്. അരയുടെ പഠിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇമ്പോർട്ട് അരേസ് വേരിയബിൾ നെയിം കൊടുക്കണമെന്ന് പറഞ്ഞ്. അതുപോലെ ഇമ്പോർട്ട് എന്നുള്ള കീവേഡ് വേണം നമ്മൾ മോഡ്യൂൾ നമ്മുടെ പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇമ്പോർട്ട് എന്ന് കൊടുക്കുക, മോഡ്യൂളിൻ്റെ നെയിം കൊടുക്കുക. ഈ മാത്ത് എന്ന് പറയുന്ന മോഡ്യൂളിനകത്ത്
കുറേ ഫങ്ഷൻസ് ഉണ്ട്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്യേണ്ട ഫങ്ഷൻസ്. ഒരു എക്സാമ്പിളായിട്ട് SQRT എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്, ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ നമുക്ക് ഏതിനകത്തുണ്ട്, നമ്മുടെ മാത്ത് എന്ന് പറഞ്ഞ മോഡ്യൂളിനകത്തുണ്ട്. ഇവിടെ കണ്ടോ, പ്രിൻറ്റ് math.sqrt of 16. അപ്പോൾ എന്താണ് നമ്മുടെ മോഡ്യൂളിൻ്റെ പേര്, എന്താണ്, മാത്ത്. അതിനകത്തുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, SQRT. അപ്പോൾ .sqrt എന്നിട്ട് ആ നമ്പർ എത്രയെന്നുള്ള 81 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയെന്നുള്ളത് കിട്ടും. അടുത്തത് ഫാക്ടോറിയൽ, അതും എന്താണ്, മാത്തിൻ മോഡ്യൂളിനകത്തുള്ളൊരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, മോഡ്യൂളിൻ്റെ നെയിം math.factorial, മനസ്സിലായാലോ, എന്നിട്ട് ആ നമ്പർ കൊടുക്കുക. അടുത്തത് സീലും ഫ്ലോറും, അത് ഒരുമിച്ച് പഠിക്കാം. സീലെന്ന് പറയുമ്പോൾ 4.2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സീലെന്ന് പറയുമ്പോൾ ഹയസ്റ്റ്, അപ്പം ഇതിൻ്റെ 5 ആയിരിക്കും റിസൾട്ട് വരുന്നത്. 4.2ൻ്റെ ഫ്ലോർ എന്ന് പറയുമ്പോൾ 4 ലീസ്റ്റ് ആയിരിക്കും വരുന്നത് കേട്ടോ. അതും കൂടെ പഠിച്ചു വയ്ക്കുക. ഇത് ആ ബുക്കിനകത്ത് കറക്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഫംഗ്ഷനും നോക്കുക, അതിൻ്റെ എന്താണെന്ന് പഠിക്കുക, ആ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കുക. അതുപോലെ സോഴ്സ് കോഡും ഔട്ട്പുട്ടും കൂടെ നോക്കുക. എന്ത് ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നതിന് മുമ്പേയും ആ മോഡ്യൂളിൻ്റെ പേര് വേണം, മാത്ത് ഡോട്ട് ആ ഫംഗ്ഷൻ നെയിം, അങ്ങനെയാണ്. പിന്നെ നമ്പർ, നമുക്ക് ഏതിൻ്റെയാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ നമ്പറും കൂടെ കൊടുക്കുക. പിന്നെ റാൻഡം മോഡ്യൂള്, റാൻഡമായിട്ട് നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ഇത് തന്നെ ആവണമെന്നില്ല. കാരണം നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ മറ്റേ ലോട്ടറി ടിക്കറ്റൊക്കെ നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം എപ്പോഴും ഒരേ സെയിം അല്ലല്ലോ, ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോഴും റിസൾട്ട് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ട് വരും. ഇവിടെ ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ കിട്ടിയ ഔട്ട്പുട്ടാണ് ഞാൻ പേസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പ്രിൻറ്റ് റാൻഡം മോഡ്യൂളിൻ്റെ പേര് .റാൻഡിൻ്റെ ഫംഗ്ഷൻ പഠിച്ചോളണം. 1ൻ്റെയും 10ൻ്റെയും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ഇൻറ്റീജർ നമ്പർ ജനറേറ്റ് ചെയ്യും. ഇവിടെ 2 ആണ് വന്നിരിക്കുന്നത്. റാൻഡം ഫംഗ്ഷന് 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു ഡെസിമൽ നമ്പർ ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ യൂണിഫോം, 1നും 5നും ഇടയ്ക്കുള്ള ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ജനറേറ്റ് ചെയ്യും. അടുത്തത് റാൻഡ് റേഞ്ച്, 1 22, 1ഉം കൊടുത്തിട്ടുണ്ട്, 20 പറഞ്ഞിട്ടുണ്ട്, 2. റാൻഡം ഓഡ് നമ്പർ ബിറ്റ്വീൻ 1 and 20, 1നും 20ക്കും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ ജനറേറ്റ് ചെയ്യും. അതിൻ്റെ സ്റ്റെപ്പും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലിസ്റ്റിനകത്ത് 10, 20, 30, 40. അടുത്ത് ഇതിൽ നിന്ന് ഒരു ചോയ്സ്, ഒരു നമ്പർ ജനറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് 20 വന്നിരിക്കുന്നത്. ഷഫിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 10, 20, 30, 40 ആണ് ഞാൻ കൊടുത്ത ഓർഡർ. പക്ഷേ അതിനൊന്ന് ഷഫിൾ ചെയ്യാൻ പറഞ്ഞു. കണ്ട റിസൾട്ട് 20, 30, 40, 10 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ബിൽറ്റിൻ മോഡ്യൂളിൽ 2 മോഡ്യൂളിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്, മാത്ത് മോഡ്യൂളും റാൻഡം മോഡ്യൂളും. അതിനകത്തുള്ള ഫങ്ഷൻസ് പഠിച്ച് അതിനകത്ത് കുറച്ച് ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, അത് പഠിച്ചോളണം. യൂസർ ഡിഫൈൻഡ് മോഡ്യൂൾ, ബിൽറ്റിൻ മോഡ്യൂൾ നമ്മൾ എന്താ പറഞ്ഞത്, ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള മോഡ്യൂൾസ് ആണെന്ന് പറഞ്ഞു. ഇനി അതുപോലത്തെ മോഡ്യൂൾ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് യൂസറാണ്. യൂസർ ഒരു സെപ്പറേറ്റ് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഏത് പ്രോഗ്രാമിലാണോ അത് വേണ്ടത് ആ പ്രോഗ്രാമിലോട്ട് ഇമ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആ എക്സാമ്പിൾ മാത്രം പഠിക്കാം. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇതൊരു py ഫയലാണ്. ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് 2 സെപ്പറേറ്റ് ഫയലാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോഗ്രാം, ഇത് സമ്മും എന്താണ് സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലൈ, ഡിവൈഡ്, ഇങ്ങനെ 3 ഫങ്ഷനുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഫയൽ നമ്മുടെ ഒരു പ്രോഗ്രാമിലോട്ട് നമ്മൾ കോൾ ചെയ്യുന്നു. അതാണ് ആ പ്രോഗ്രാം. അപ്പോൾ ആദ്യത്തെ py ഫയലിൻ്റെ പേരെന്ന് പറയുന്നത് അരിത്തമെറ്റിക് മോഡ്യൂൾ എന്നാണ്. ഈ അരിത്തമെറ്റിക് മോഡ്യൂൾ .py എന്നാണ് ഫയലിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പോൾ ആ മോഡ്യൂളിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്, അരിത്തമെറ്റിക് മോഡ്യൂൾ എന്നാണ് ആ യൂസർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന മോഡ്യൂളിൻ്റെ പേര്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഈ മോഡ്യൂളിന് പറഞ്ഞിരിക്കുന്ന പേരെന്താണ്, അരിത്തമെറ്റിക് മോഡ്യൂൾ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ആ ഫയലായിട്ട് py ഫയലായിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഇതെന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഇതുവരെ പഠിക്കാത്തതാണ്. നമ്മൾ ചെയ്ത ഓരോ ടാസ്ക്കും നമുക്കൊരു ഫംഗ്ഷനാക്കി ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഫംഗ്ഷൻ നമുക്ക് കൊണ്ടുവരിക. നമ്മൾ മാത്ത് പഠിച്ച സമയത്ത് മോഡ്യൂളിൻ്റെ പേര് മാത്ത് എന്ന് പറഞ്ഞു, SQRT എന്നുള്ളത് ഫംഗ്ഷൻ എന്ന് പഠിച്ചല്ലേ. അതുപോലെ തന്നെ POW പവർ കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ, അതും ആ മാത്ത് മോഡ്യൂളിനകത്തുള്ള ഒരു ഫംഗ്ഷനാണ്. ലിസ്റ്റിനകത്തുള്ള ഫംഗ്ഷൻ, അങ്ങനെ നമ്മൾ പഠിച്ചല്ലോ അതുപോലെ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസറിന് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. യൂസറിന് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഡെഫ് എന്ന് കൊടുക്കുക.
ഇനി ഫംഗ്ഷൻ്റെ പേര് സമ്മാണ്. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് എന്നൊരു ഫംഗ്ഷനാണ് കൊടുത്തത്. ഇത് ഒരു ഐഡൻറ്റിഫയർ ആണ്. യൂസറിന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ പേര് കൊടുക്കാം. ഡെഫ് ആഡ് എന്ന് കൊടുത്തു. ഇനി ഇവിടെ എയും ബിയും എന്ന് പറയുന്നത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ എന്താണോ പാസ് ചെയ്ത് വരുന്നത് ആ നമ്പർ എടുക്കും. അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഡെഫ് എന്ന് കൊടുക്കുക, ഫംഗ്ഷൻ കീവേഡ് ഡെഫ്, ഫംഗ്ഷൻ നെയിം കൊടുക്കുക, ബ്രാക്കറ്റിനകത്ത് ഏതിൻ്റെയാണോ റിസൾട്ട് കിട്ടേണ്ടത് അത് ആർഗ്യുമെൻറ്റ്സ്. ഇതിനെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇത് ഫംഗ്ഷനൊക്കെ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ എഴുതിയൊക്കെ പഠിക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് അത് അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് ആ ഇമ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ ഒരു രീതി മാത്രം പഠിച്ചിരുന്നാൽ മതി. പക്ഷേ ഇതിനകത്തൊരു എക്സാമ്പിൾ പറയുന്നതുകൊണ്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പഠിച്ചോളുക. ഡെഫ് എന്ന് കൊടുക്കുക, കീവേഡാണ് ഡെഫ്, ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക, ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുക. ഇനി ഈ ഫംഗ്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എയുടെയും ബിയുടെയും വാല്യൂസ് ആഡ് ചെയ്തിട്ട് ആ റിസൾട്ടായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അടുത്തത് സബ്സ്ട്രാക്റ്റ് നോക്കാമേ. ഡെഫ് നെയിം കൊടുത്തിരിക്കുന്നു, ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തു, റിട്ടേൺ എ മൈനസ്, റിട്ടേണും കീവേഡാണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലൈ, അതുപോലെ തന്നെയാണ് ഡിവൈഡ്. ഇതൊരു ഫയലായിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. ഇനി ഇത് രണ്ടാമത്തെ ഫയലാണ്, സെക്കൻഡ് ഫയൽ. അപ്പോൾ ഇതിലോട്ട് എനിക്കതിനെ ഇമ്പോർട്ട് ചെയ്യണം. ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച മോഡ്യൂളിൻ്റെ പേരെന്താണ്? അരിത്തമെറ്റിക് മോഡ്യൂൾ അല്ലേ. അപ്പോൾ ഇമ്പോർട്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, അതിനെ ഇമ്പോർട്ട് ചെയ്യുക. അരിത്തമെറ്റിക് മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുക. നമ്മൾ മാത്ത് ഇമ്പോർട്ട് ചെയ്തിട്ട് math.sqrt എന്നല്ലേ നമ്മൾ ചെയ്തത്. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഫംഗ്ഷൻ്റെ പേര് ആഡ് ആണല്ലോ. അപ്പോൾ മോഡ്യൂളിൻ്റെ പേര് എന്താണ്? അരിത്തമെറ്റിക് മോഡ്യൂൾ ഡോട്ട് ആഡ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് കോൾ ചെയ്യേണ്ടത്? അരിത്തമെറ്റിക് മോഡ്യൂളിൻ്റെ പേര് കൊടുക്കുക, അരിത്തമെറ്റിക് മോഡ്യൂൾ ഡോട്ട് ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക. ആഡ് എയും ബിയും വാല്യൂസ് ആണ് കൊടുക്കുന്നത്. അവിടുത്തെ വാല്യൂസ് ആണ് ഇവിടെ നമ്മൾ 10ഉം 5ഉം ആണ്. അപ്പോൾ എയും ബിയും എന്ന് പറയുന്ന വേരിയബിളിനകത്താണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ 10ഉം 5ഉം ആയിരിക്കും പാസ് ചെയ്യുന്നത്. മുകളിൽ ആഡ് ഫംഗ്ഷന് 10ഉം 5ഉം കിട്ടും. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 15 ആയിരിക്കും. അത് റിസൾട്ട് വെച്ച് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. മനസ്സിലായോ? യൂസർ ഒരു ഫംഗ്ഷൻ ഒരു മോഡ്യൂൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് ഇവിടെ പറഞ്ഞത്. ആദ്യം നമ്മൾ ആ ഫംഗ്ഷൻസ് എല്ലാം ഒരു PY ഫയലിനകത്താക്കി സേവ് ചെയ്ത് വയ്ക്കും. ഏത് പ്രോഗ്രാമിലാണോ യൂസറിന് വേണ്ടത് ആ പ്രോഗ്രാമിലോട്ട് ആ മോഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് ആ മോഡ്യൂളിൻ്റെ പേര് കൊടുക്കുക, മോഡ്യൂൾ നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം പറഞ്ഞ് കോൾ ചെയ്യുക. മനസ്സിലായോ? യൂസർ ഡിഫൈൻഡ് മോഡ്യൂളും ബിൽറ്റ് ഇൻ മോഡ്യൂളും. ഈ ഒരു പ്രോഗ്രാം എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് നോക്കി പഠിക്കുക. ഫംഗ്ഷന് അത് ജസ്റ്റ് ഒരു പ്രോഗ്രാമിൽ മാത്രമേ നമ്മൾ കണ്ടോളൂ ഒരു എക്സാമ്പിളായിട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് കോഡ് യൂസ്ഡ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കുറേ കോഡിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ ഫംഗ്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്യുന്നു. മാത്തിനകത്ത് SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തപോലെ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് ഇത്. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട സിൻടാക്സ് എന്താണ്? ഡെഫ് എന്ന് കൊടുക്കുക, ഡെഫ് കീവേഡാണ്. ഫംഗ്ഷൻ നെയിം യൂസറിന് ഇഷ്ടമുള്ള ഫംഗ്ഷൻ നെയിം കൊടുക്കുക. ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക, കോളൻ യൂസ് ചെയ്യുക. ദെൻ ഫംഗ്ഷൻ്റെ എന്താണ്? ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട പാർട്ട്. ദെൻ റിട്ടേൺ ഉണ്ടെങ്കിൽ റിട്ടേൺ എന്ന് വെച്ചിട്ട് വാല്യൂ റിട്ടേൺ ചെയ്യുക. ഒരു പ്രോഗ്രാമാണ്, ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഓർക്കുക, ഇതുതൊട്ടാണ് നമ്മുടെ പ്രോഗ്രാം ബിഗിൻ ചെയ്യണം. ഫംഗ്ഷൻ തൊട്ടല്ല. ഫംഗ്ഷൻ എവിടെ കോൾ ചെയ്യുമോ അവിടെ നിന്ന് നേരെ ഇവിടെ വന്ന് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിച്ച്? ഗ്രീറ്റാണ് ഞാൻ കോൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ആ ഫംഗ്ഷന് വന്നു. ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കി അവിടെ ഹലോ സ്റ്റുഡൻ്റ് ആണ് മെസ്സേജ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും. ഇനി സം ഓഫ് 2 നമ്പേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമും കൂടെ നോക്കാമേ. എന്താണ്? നമ്മൾ ഫംഗ്ഷൻ തൊട്ടല്ല, ഇവിടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. ഇവിടെ തൊട്ടാണ് num1 10, num2 20. ഞാനിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ഒരു വേരിയബിളിനകത്ത് കോൾ ചെയ്തു കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. വേരിയബിളിനകത്ത് കോൾ ചെയ്തു. ഇതിന് റിട്ടേൺ ഉള്ളതുകൊണ്ട് ആ വാല്യൂ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10ഉം 20ഉം കിട്ടി. നേരെ എന്ത് ചെയ്തു? 10 ഇവിടെ കൊടുത്തു, 20 കൊടുത്തു. A+B എന്നൊരു റിസൾട്ട് 30 കിട്ടി. 30 എന്ന് പറയുന്ന റിസൾട്ടിനകത്ത് സ്റ്റോർ ചെയ്തു. ഇനി ആ 30 പ്രിൻറ്റ് ചെയ്തു. മനസ്സിലായോ? ഇതാണ് ഫംഗ്ഷൻ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം പഠിക്കേണ്ട തൊട്ട് മുന്നത്തെ സ്ലൈഡിലുള്ള ആ പ്രോഗ്രാം പഠിച്ചു വയ്ക്കുക. ലാസ്റ്റ് ടോപ്പിക്കാണ് പാക്കേജസ് എന്ന് പറയുന്നത്. മോഡ്യൂൾ നമ്മൾ പഠിച്ചാൽ ഒരു സെപ്പറേറ്റ് PY ഫയലിനാണ് മോഡ്യൂൾ എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ മോഡ്യൂൾ നമ്മുടെ ഫയലിലോട്ട് ഇമ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പാക്കേജസ് എന്ന് പറഞ്ഞാൽ ഫോൾഡർ കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ മോഡ്യൂൾസ്. നമ്മൾ മോഡ്യൂൾ പഠിച്ചപ്പോൾ ഞാൻ ലൈബ്രറി ചെന്നിട്ട് ഷെൽഫിലെ ഒരു ബുക്കിനെയാണ് നമ്മൾ മോഡ്യൂൾ എന്ന് പറയുന്നത് എന്ന് പഠിച്ചല്ലേ. അപ്പോൾ
ആ ഒരു ഷെൽഫിന് കംപ്ലീറ്റ് സിമിലർ ആയിട്ട് ഒരു കുറേ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഷെൽഫിനെയാണ് നമ്മൾ പാക്കേജസ് എന്ന് പറയുന്നത്. ആ ഷെൽഫിനകത്ത് ഇപ്പം മാത്സിൻ്റെ ബുക്കുകളാണെങ്കിൽ ആ ഒരു ഷെൽഫിനകത്ത് മാത്സിനെ കുറിച്ചുള്ള ബുക്കുകളായിരിക്കും ഇരിക്കുന്നത്, അല്ലേ? കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടുള്ള ബുക്കാണെങ്കിൽ ആ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടുള്ള ബുക്കായിരിക്കും ആ ഒരു ഷെൽഫിനകത്തുള്ളത്. അപ്പോൾ അത് ആ ഒരു കൺസെപ്റ്റാണ് പാക്കേജസ് എന്ന് പറയുന്നത്. അപ്പോൾ പാക്കേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫോൾഡർ കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ PY ഫയൽസ്. അപ്പോൾ ഒരു പാക്കേജ് നമ്മൾ എന്തിനായിരിക്കും നമുക്ക് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരു ആവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ ഓരോ മോഡ്യൂളായിട്ട് എഴുതിയിട്ട് യൂസറിന് എവിടെയാണോ വേണ്ടത് അവിടെ യൂസർ കോൾ ചെയ്യും. അലോ കോഡ് റീയൂസബിലിറ്റി, മോഡുലാരിറ്റി, ഈസി മെയിൻ്റനൻസ്, അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഫങ്ഷൻസിനെ എല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ പാക്കേജിനകത്ത് ഒരു ഫോൾഡറിനകത്താക്കി എനിക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നു. ഇതാണ് നമ്മുടെ പാക്കേജസ് എന്ന് പറയുന്നത്. ഇനി ഒരു ഡെഫിനിഷൻ നോക്കാം. പാക്കേജ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് മോഡ്യൂൾസ് സ്റ്റോർഡ് ഇൻസൈഡ് എ ഫോൾഡർ. ഒരു ഫോൾഡറിനകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കളക്ഷൻ ഓഫ് റിലേറ്റഡ് മോഡ്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാക്കേജസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് എങ്ങനെ നമ്മളൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പാക്കേജ് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ഫോൾഡറിനകത്ത് കുറേ മോഡ്യൂൾസ് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു പാക്കേജ് എന്ന് പറയാം, അല്ലേ? അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡർ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ എക്സാമ്പിളിൽ നമ്മൾ ഏത് ആണ് ഫോൾഡറിന് കൊടുത്ത പേര്? economics_pkg എന്ന് ഫോൾഡറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ ഫോൾഡറിനകത്താവണം ബാക്കി PY ഫയൽ വരേണ്ടത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഡീഫോൾട്ടായിട്ട് നമുക്കൊരു PY ഫയൽ വേണം. ഇനിഷ്യലൈസ് ദ പാക്കേജ് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ PY ഫയലിൻ്റെ അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ __ കൊടുക്കുക, init കൊടുക്കുക, __ .py ഫയൽ. ഇത് ആ ഫോൾഡറിനകത്ത് വേണം. മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ഫോൾഡർ ഉണ്ടാക്കി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? init.py എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് അടുത്ത് എന്താണ്? സെപ്പറേറ്റ് ഫയൽ മോഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 3 മോഡ്യൂളാണ്. ഏതൊക്കെയാണ്? demand.py, അല്ലേ? അത് ഒരെണ്ണം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? supply.py, രണ്ടാമത്തെ PY ഫയൽ. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് gdp.py. അപ്പോൾ ആ ഫോൾഡറിനകത്ത് എത്ര ഫയൽസ് ആയിട്ടുണ്ട്? 4 ഫയലായിട്ടുണ്ട്. ഇനിറ്റും കൂടെ ചേർത്തിട്ട് 4 ഫയൽ. അപ്പം ഡിമാൻഡിൻ്റെ അകത്ത് അതിനകത്ത് എങ്ങനെയാണ് കോഡ് എഴുതിക്കുന്നത് നോക്കാം. ഡെഫ് കീവേഡ് കൊടുത്തിട്ടുണ്ട്. ഡിമാൻഡ് പാസ് ചെയ്ത് വരുന്നത് പ്രൈസ് ഇൻകം ആണ്. റിട്ടേൺ ഇൻകം ഡിവൈഡഡ് ബൈ പ്രൈസ്. ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്തു. അടുത്ത സപ്ലൈ, അല്ലേ? പ്രൈസ് മൈനസ് കോസ്റ്റ്. GDPക്കകത്ത് എന്താ ചെയ്തിരിക്കുന്നത്? കൺസപ്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്. അപ്പോൾ അത്ര 5 വേരിയബിൾ പാസ് ചെയ്ത് വന്നു. അതിൽ കൺസപ്ഷനും ഇൻവെസ്റ്റ്മെൻറ്റും ഗവൺമെൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് കുറച്ചിട്ട് അതും കൂടെ ആഡ് ചെയ്തെടുത്തു. അതാണ് GDPക്കകത്ത് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് 4ാമത്തെ സ്റ്റെപ്പ് നോക്കാമേ. 1ാമത്തെ സ്റ്റെപ്പ് ഞാൻ എന്താ പറഞ്ഞത്? economics_pkg എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കി. അടുത്ത് ഇത് 1ാമത്തെ സ്റ്റെപ്പ്. 2ാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? init _init.py എന്ന ഒരു ഫയൽ ഉണ്ടാക്കി. അടുത്ത് അപ്പോൾ ഈ എക്കണോമിക്സ് പാക്കേജിനകത്താണ് ഇത് വന്നത്. വീണ്ടും ഞാൻ എന്ത് ചെയ്തു? ഒരു മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്തു. മോഡ്യൂളിൻ്റെ പേരെന്തായിരുന്നു? ഡിമാൻഡ്. ഇത് 3ാമത്തെ സ്റ്റെപ്പായിരുന്നു, അല്ലേ? demand.py. അടുത്ത് എന്താണ് ചെയ്തത്? supply.py, gdp.py, അല്ലേ? ഇങ്ങനെ ഇത് 3ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എഴുതി. ഇതിനകത്ത് വർക്കിംഗ് ഞാൻ പറഞ്ഞു തന്നു. എന്താണ് ആ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇതൊരു പുതിയൊരു ഫയലാണ്. ന്യൂ ഫയൽ എന്ന് ഓർക്കുക കേട്ടോ. ഈ ന്യൂ ഫയൽ എന്ന് പറയുന്നത് ഈ ഫോൾഡറിൻ്റെ പുറത്താണ്. ഫോൾഡറിൻ്റെ അകത്തല്ല ആ ഫയൽ വരുന്നത്. ഇപ്പോൾ economic_pkg എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തല്ലോ, അവിടെ തന്നെയാണ് ഒരു ന്യൂ ഫയൽ എനിക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഒരു പുതിയൊരു PY ഫയൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് അത് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് main.py എന്നും പറഞ്ഞാൽ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് നമുക്ക് പഠിക്കണം കേട്ടോ. നമ്മൾ മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഇമ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ നെയിം ഇമ്പോർട്ട് മാത്ത്, അല്ല മോഡ്യൂളിൻ്റെ പേര് ഇമ്പോർട്ട് മാത്ത്. ഇനി കോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ math.sqrt എന്ന് പറഞ്ഞ് കോൾ ചെയ്തത്. ഇത് വെച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ നമ്മൾ ഒരു പാക്കേജാണല്ലേ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രം എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, പാക്കേജിൻ്റെ നെയിം കൊടുക്കുക, ഇമ്പോർട്ട് കൊടുത്തിട്ട്
മോഡ്യൂളിൻ്റെ നെയിം. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ഇമ്പോർട്ട് എന്ന് കൊടുത്തിട്ട് മോഡ്യൂൾ നെയിം അല്ലേ, അതല്ലേ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ സെയിം തന്നെയാണ്. അതിന് മുമ്പ് പക്ഷെ നമ്മൾ പാക്കേജ് നമ്മൾ കൊണ്ടുവരണം. ഫ്രം എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. പാക്കേജിൻ്റെ പേര് ഞാൻ കൊടുത്ത ആ ഫോൾഡറിൻ്റെ പേര് economic_pkg ആയിരുന്നു. അപ്പോൾ ആ പാക്കേജിൻ്റെ പേര് കൊടുക്കുക, ഇമ്പോർട്ട് എന്ന് കൊടുക്കുക, നമ്മുടെ എന്താണ് മോഡ്യൂളിൻ്റെ പേര്. ഇവിടെ ഞാൻ ഏതൊക്കെയാണ്, demand.py സപ്ലൈ അതല്ലേ, അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് കാണിക്കുക. മനസ്സിലായോ? ആദ്യം നമ്മൾ ഫ്രം കൊടുക്കുക, പാക്കേജിൻ്റെ നെയിം കൊടുക്കുക, ഇമ്പോർട്ട് മോഡ്യൂൾ നെയിം. ഇനി നമുക്ക് ഇതിനകത്ത് വാല്യൂസ് കൊടുത്തിരിക്കുന്നതാണ്. പ്രൈസ് 50, ഇൻകം ഇത്രയും, ഇത് മൂന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മൾ ആ മോഡ്യൂളിനെ കോൾ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കോൾ ചെയ്ത് math.sqrt എന്നല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുള്ളൂ, ഡിമാൻഡ് എന്ന്. ആ ഒരു ഫംഗ്ഷൻ മാത്രമല്ല അതിനകത്തുള്ളൂ, സെപ്പറേറ്റ് വേറെ ഫംഗ്ഷനൊന്നുമില്ല. അപ്പോൾ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ വേറെ പേര് കൊടുക്കണം. ഇവിടെ സെപ്പറേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് പ്രൈസും ഇൻകവും പാസ് ചെയ്യുന്നത്. പ്രൈസിൻ്റെ വാല്യൂ ഇവിടെ 50 ആണ്, ഇൻകം എന്ന് പറയുന്നത് 500 ആണ്. അത് അവിടെ ചെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിവിടെ ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ സപ്ലൈ ഫംഗ്ഷൻ സപ്ലൈ എന്ന് കൊടുത്തിട്ട് പ്രൈസും കോസ്റ്റും പാസ് ചെയ്തു. ഇവിടെ ഞാൻ വാല്യൂസ് ഒന്നും ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല, ഇവിടുന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് ചെന്നിട്ട് അതുപോലെ GDP കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ ഡിമാൻഡ് എന്ന് പറയാൻ കാര്യം എന്താണ്, ആ മോഡ്യൂളിനകത്ത് ആ വേറെ ഫയൽസ് ഉണ്ടെങ്കിൽ ഞാൻ പേര് മാറ്റി SQRT പവർ അങ്ങനെ കൊടുത്തേനെ, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ആ ഫംഗ്ഷനിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കോൾ ചെയ്താൽ മതി. ഡിമാൻഡ് എന്ന് കൊടുത്തു, ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തു. പാക്കേജ് അപ്പോൾ മനസ്സിലായാൽ നിങ്ങൾക്ക് എങ്ങനെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഞാൻ പറഞ്ഞു തന്നത്, അവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കുക, ആ ഫോൾഡറിനകത്തൊരു PY ഫയൽ, ഇനിറ്റ് PY ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇനി നമ്മുടെ മോഡ്യൂൾ ഏതൊക്കെയാണോ ആ മോഡ്യൂൾ അവിടെ ഏതിനകത്ത് ആ പാക്കേജിനകത്ത് മോഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫോൾഡറിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ മെയിൻ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. മെയിൻ ഫയലിനകത്ത് പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുക. ആ ഫ്രം എന്താണ് നമ്മുടെ പാക്കേജിനെയും ഇമ്പോർട്ട് മോഡ്യൂൾസ് കൊടുക്കുക. ഇനി നമ്മുടെ പ്രോഗ്രാമിലോട്ട് നമ്മൾ ആ മോഡ്യൂളിൻ്റെ നെയിം ഡോട്ട് നമുക്ക് എന്താണോ വേണ്ടത്, നമ്മൾ എഴുതിയിരിക്കുന്ന പേരെന്താണോ അത് കൊടുത്തിട്ട് നമ്മൾ ആ വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് പാക്കേജ്. ആദ്യം പാക്കേജ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം ഈ പ്രോഗ്രാമും കൂടെ പഠിക്കണം. നമ്മൾ ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് പഠിച്ചത്, രണ്ടാമത്തെ യൂണിറ്റിൽ ബ്ലോക്ക് 2ൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൽ അല്ലേ, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ പൈത്തൺ അല്ലേ. പൈത്തണിൽ കൺട്രോൾ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. കൺട്രോൾ സ്ട്രക്ചറിൽ നമ്മൾ 4 സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പഠിച്ചല്ലേ. സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡിസിഷൻ ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ലാസ്റ്റ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൻ്റെ പ്രോഗ്രാമും അതിൻ്റെ സിൻടാക്സ് ഒക്കെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചത്, അടുത്തത് പഠിച്ചത് മോഡ്യൂൾസ് ഇൻ പൈത്തനാണ്. എന്താണ് ഒരു മോഡ്യൂൾ എന്ന് പഠിച്ചു, 2 ടൈപ്പ് പഠിച്ചല്ലേ, ബിൽറ്റ് ഇൻ മോഡ്യൂളും യൂസർ ഡിഫൈൻഡ് മോഡ്യൂളും പാക്കേജസും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.